أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. صدق الله العظيم. الحمد لله والصلاة والسلام على سيدنا محمد وآله وأصحابه أجمعين. وقال النبي صلى الله عليه وسلم من ذكرني في نفسه ذكرته في نفسه ومن ذكرني في ملأ ذكرته في ملأ خير من أو كما قال عليه الصلاة والسلام. आये ज़बान सारे मज़े लेती है तो ज़िक्र की गफलत है क्यों गाफिल है तू. ബഹുമാന്യനായ മൂസ മാഹിരി ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട പാണക്കാട് ബഹുമാനപ്പെട്ട ഹാരിസ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, എന്നെ മലപ്പുറം ജില്ലയ്ക്ക് പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട പാവണ്ണ അലി ഫൈലി ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ ഹുദവി ഉസ്താദ്, മറ്റ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് അവറുകളെ, വേദിയിലുള്ള ബഹുമാന്യരായ സദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട കാരണവന്മാരെ, യുവാക്കളെ, വിവിധ ദർസുകളിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, ഹുഫാളുകളെ, ബഹുമാനപ്പെട്ട അഹ്ലുബൈത്തിൽപ്പെട്ട സദാത്തുക്കളെ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇവിടെ എത്തിയ എൻ്റെ കബീലക്കാരനായ നൂറുൽ ഹക്ക് സൂഫി നൂറുൽ ഹക്ക് ബാക്കവി ഉസ്താദ് അവറുകളെ,
ഞാൻ ആദ്യമായിട്ടാണ് ഈ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച മഞ്ചേരി ചെങ്ങര പുതുക്കിപ്പണിത പള്ളിയുടെ ഉദ്ഘാടനം ജിഫ്രി തങ്ങളുടെ അഭാവത്തിൽ MD അബ്ദുള്ള ഉസ്താദ് നിർവഹിച്ചു. അന്നവിടെ ഒരു ദിവസത്തെ പ്രഭാഷണത്തിന് വരുന്ന വഴി പാണക്കാട് വലിയ പള്ളിയിൽ പോയി മഗ്‌രിബ് നമസ്കരിക്കുകയും പാണക്കാട് PMSA പൂക്കായ തങ്ങളുടെ ഖബറിൻ്റെ ചാരത്തെത്തി ഫാത്തിഹ ഓതുകയും PMSA തങ്ങളെ എൻ്റെ 9ാമത്തെ വയസ്സിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ ഐക്യല് ഞാൻ കെട്ടിയിട്ടുണ്ട്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൊച്ചുമക്കൾ കിടന്നെഴുന്നേക്കുമ്പോൾ ചിലപ്പോൾ പായൊക്കെ നനഞ്ഞിരിക്കുമല്ലോ. അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാനത് ഇവിടെ പറയുമ്പോൾ അയ്യയ്യേ ഷമ്മാസ് ഉസ്താദ് ഇങ്ങനെയാണോ നിങ്ങൾ ഓർക്കും. അപ്പോൾ എൻ്റെ വാപ്പ ഭയങ്കര ലീഗുകാരനായിരുന്നു. തട്ടാമ്പറമ്പിൽ അബ്ദുൽ ഖാദർ ലബ്ബ. കുറച്ചേ കിതാബ് ഓതിയിട്ടുള്ളൂ. പിന്നെ വ്യാപാരത്തിലേക്ക് പോയി. പാണക്കാട് വന്നു, പൂക്കായ തങ്ങളെ കണ്ടു, 2 ഐക്കല്ല് കെട്ടി. അന്ന് മുതൽ പിന്നെ ആ പ്രശ്നമേ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ വളരെയധികം സ്നേഹിച്ച 80-90 കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലൊക്കെ വാതിന് മദ്രസ ഉദ്ഘാടനങ്ങൾക്ക് വരുമ്പോൾ അന്നൊരു മുഖ്യ പ്രഭാഷകനാണ് ഞാൻ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുടെ ചാരത്തെത്തി ആ ഖബറും സിയാറത്ത് ചെയ്തു. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ലൊരു മധുര പാനീയം അവിടെ നിന്ന് കിട്ടി. വേഗം ചെങ്ങരയിലെത്തുകയായിരുന്നു. അപ്പം തന്നെ ബഷീർ അലി തങ്ങൾ വിളിച്ചു, എന്താ വീട്ടിൽ കയറാതെ പോയത്? അന്ന് എല്ലാവരും സ്ഥലത്തുണ്ട്. ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അൽഹംദുലില്ലാ പല പ്രാവശ്യം പാണക്കാട് വന്നിട്ടുണ്ടെങ്കിലും പാണക്കാട് ലിയാഖത്തലി തങ്ങളെ കാണുന്നതും ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതും ആദ്യമാണ്. ഇവിടെ വന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി. ഒരുപാട് സയ്യിദന്മാരെ, സാദാത്തുക്കളെ കാണാൻ സാധിച്ചു. നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാൻ സാധിച്ചു. അള്ളാഹു പടച്ചവൻ ഇതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വന്നപ്പോൾ എൻ്റെ പഴയ സുഹൃത്ത്, ദറസിലൊക്കെ ഓതുമ്പോഴും ഞാൻ പ്രാസംഗികനാ, നമ്മുടെ ഷമീർ ദാരിമി. ഞാൻ കണ്ടതേ പറഞ്ഞു, നിമിഷ കവി എന്നാ പറഞ്ഞത്. ഞാൻ ഈ റൂമിൽ കിടക്കുന്നുണ്ടായി, പക്ഷെ ഉറങ്ങാൻ പറ്റുമോ? ദാരിമിയുടെ പാട്ട് കേട്ട ഓരോ പാട്ടിനും ഞെട്ടിയാണ് ഞാൻ എഴുന്നേറ്റത്. തട്ടാൻ്റെ ഞെട്ട് കേൾക്കുമ്പോൾ ഞെട്ടിയതുപോലെ അല്ലേ. അത് പോട്ടെ, അലിഫലി ഉസ്താദ് പറഞ്ഞ കളവല്ല കേട്ടോ, സത്യമാണ്. ഞാൻ ഇന്നലെ രാത്രി മലബാറിലായിരുന്നു. വെളുപ്പിന് ആദ്യം വിളിക്കുന്നത് ഉസ്താദിനെയാണ്. ഉസ്താദിൻ്റെ കറോവിൽ തന്നെ രാമപുരത്ത് മറ്റു പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഉസ്താദിൻ്റെ മുമ്പ് ജോലി ചെയ്ത സ്ഥലം അല്ലേ, കടലുണ്ടി. അവൻ പല സ്ഥലത്തും പാലിന് വന്നിട്ടുണ്ട്. ഒരു വിനയമുള്ള പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവർക്കൊക്കെ കിബറാന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മളെയൊക്കെ അതൊക്കെ ദിക്റിൻ്റെ ഹൽക്കയിൽ അജ്മീർ ഷെയ്ഖിനെ സ്നേഹിക്കുന്നവർക്ക് ആ കിബറൊക്കെ അങ്ങ് പോവും ഇല്ലേ ഉസ്താദെ? അള്ളാഹു നമ്മളെയൊക്കെ മുതവാലിങ്ങളിൽ വിനയാന്യതരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു പുതിയ ആളാവുമ്പോൾ ഒത്തിരി മുഖദ്ദിമ വേണമല്ലോ, മുഖവുര. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബഹുമാനപ്പെട്ട തങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ ഇന്നത്തെ ഫലസ്തീൻ വിഷയവും ഇമാം മഹദിയുടെ ആ പുറപ്പാടും അതിനു മുമ്പുള്ള പശ്ചാത്തലമൊക്കെ ഒന്ന് വിവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ തുടങ്ങുന്നത്, നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ആരുടെ പേരില്ല, ആരെ ഓർത്തുകൊണ്ടാണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണല്ലേ? അല്ലേ? ആണോ? അല്ലേ? എന്തിപ്പോൾ സംശയം? അതെ. അള്ളാഹു ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എത്രയാണ്? അവൻ എത്ര കാലം ജീവിക്കും? ഒരിക്കൽ ഒരു ആറാബിയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, മദ്ദലീലു അലാ വുജൂദി റബ്ബി തബാറക വ തആല. ഒരു ആറാബിയാണെന്ന് ഓർക്കണം. മരുഭൂമിയിലൂടെ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറും പിടിച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചപ്പുല്ലിന് വേണ്ടി നടക്കുന്ന കാട്ടറബി. ആ അറാബിയോടൊരാൾ ചോദിച്ചു, എന്താ അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവെന്താ? മദ്ദലീലു അലാ വുജൂദി റബ്ബി തബാറക വ തആല. ഇത് അബൂ ഷമ്മാസ് മൗലവി ഉണ്ടാക്കി പറയുന്നതല്ല, തഫ്സീർ ഇബ്നു കസീറിന്റെ 1-ാമത്തെ ജിൽദിൽ ഈ സംഭവം പറയുന്നുണ്ട്. അപ്പോ അറാബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാ, നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ദൈവം ഉണ്ടോന്നോ അല്ലാഹ് ഉണ്ടോന്നോ? ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ വ ഇന്ന അസറൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ. എടോ, ഈ മരുഭൂമിയിൽ കിടക്കുന്ന ഒട്ടകത്തിന്റെ പുഴുക്ക, കാഷ്ടം, ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ, ആ കാഷ്ടം വിളിച്ചു പറയുന്നു അതിലെ ഒട്ടകം പോയിട്ടുണ്ട് എന്ന്. വ ഇന്ന അസറൽ അഖ്ദാം, മരുഭൂമിയിൽ കാണുന്ന ഈ കാൽപ്പാടുകൾ അത് വിളിച്ചു പറയുന്നു തദുല്ലു അലൽ മസീർ, ഇതിലെ സഞ്ചാരികൾ പോയിട്ടുണ്ട് എന്ന്. ഈ ഉണങ്ങിയ ഒട്ടകത്തിൻ്റെ പുഴുക്കയും കാഷ്ടവും ഈ കാൽപ്പാടുകളൊക്കെ വിളിച്ചു പറയുന്നത് ഇതിലെ ഒട്ടകം പോയിട്ടുണ്ട്, ആളുകൾ പോയിട്ടുണ്ട് എന്നാണ്. എന്നാൽ വസമാഉൻ ദാതു അബ്റാജിൻ വബിഹാറുൻ ദാതു അംവാജിൻ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ, രാശികളുള്ള ആകാശം, തിരമാലകളുള്ള സാഗരങ്ങളും കടലുകളും വിളിച്ചു പറയുന്നു അലൽ ലതീഫിൽ ഖബീർ, ദയാലുവായ ഒരു സൃഷ്ടാവിൻ്റെ ആസ്തിക്യം, അവൻ്റെ ഏകത്വം, അവനെല്ലാം നമ്മോട് വിവരിച്ചു പറയും എന്ന് നിനക്കറിയില്ലേ എന്ന് അറാബി അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത് എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവും ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭവനത്തോട് ചേർന്നുള്ള മജ്ലിസിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടിയാണ്. ഇന്നത്തെ ദിവസം ഗരീബെ നവാസ് ബഹുമാനപ്പെട്ട അജ്മീർ ഉറൂസും കൂടി ഇന്ന് നമ്മുടെ പരിപാടിയിൽ നാം സ്മരിക്കുകയാണ്. എനിക്കിതുവരെ അജ്മീറിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെയധികം ഇന്നി ഉഹിബ്ബു, എനിക്ക് വളരെയധികം ഹാജയോട് സ്നേഹമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് തൗഫീക്കിന് വേണ്ടി ഒന്ന് തള്ളിത്തരണം പുറകിൽ നിന്ന്, ഇൻഷാ അല്ലാഹ്. തങ്ങളുടെ കൂടത്തി ഒന്നാമത് ഹബീബെ എന്തെങ്കിലും വിചാരിക്കുമ്പോൾ ഈ വയല ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. വലിയ ആഗ്രഹമുണ്ട്, കാരണം പ്രായമായി, 30-35 വയസ്സായില്ലേ ഇല്ലേ? എപ്പോ 30 കൊല്ലം മുമ്പ്. ഇത്രയും പ്രായമായ ഒരു പണ്ഡിതനെ ഇപ്പോഴും പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നത് തന്നെ അത്ഭുതമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ വല്യുപ്പ ഒരു സൂഫിയായിരുന്നു. നൂറുൽ ഹക്കിനോട് ചോദിച്ചറിയാം. തട്ടാമ്പറമ്പിൽ മുഹമ്മദ് ലബ്ബ അലിം സാഹിബ്, തൊടുപുഴ കാരിക്കോട് പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കൂത്താരി ഹസറത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് എൻ്റെ വല്യുപ്പ. 87 വഫാത്തായിപ്പോയി. ഒന്ന് എൻ്റെ വല്യുപ്പ, ഒന്ന് ഷെയ്ഖ് ഫരീദ് ബാവാ ഖാൻ, മറ്റൊന്ന് തമ്പിക്കണ്ണ മുസ്ലിയാർ. 5 വർഷം വല്യുപ്പ ഓതിയപ്പോൾ ഉറുദു, ഫാരിസി, അറബി, അല്പം ഇംഗ്ലീഷും. ഹസറത്ത് നല്ല ഇംഗ്ലീഷ് അറിയുമായിരുന്നു. എന്താ സാർ? ഭക്ഷണം കഴിക്കാനുള്ള സാർ, ഇപ്പോൾ വന്ന ആളുകളെല്ലാം ഉണ്ടാകും. ഭക്ഷണം കഴിക്കാത്തവർ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച എല്ലാ ആളുകളും സദസ്സിൽ വന്നിരിക്കണമെന്ന് തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തൊടുപുഴ കൂത്താരി ഹസറത്ത് എന്ന് പറഞ്ഞാൽ ഹാഫിളായിരുന്നു, നല്ല സുന്ദരനായിരുന്നു, നല്ല കിതാബിയായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഹസറത്താണ്
തൊടുപുഴ നെയ്നാർ പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന മഹാൻ. എപ്പോഴെങ്കിലും അതിലെ പോവുകയാണെങ്കിൽ ഒരു ഫാത്തിഹ ഓതണം. ആ ഇടുക്കി ജില്ലക്കാരൊക്കെ ഉണ്ടല്ലേ, അതാ ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ നല്ല കാലത്ത് തങ്ങൾ ഏകദേശം വർഷങ്ങളോളം ഇടുക്കി ജില്ലയിൽ ദീനീ സേവനം ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് തന്നെ നമ്മുടെ മൂസാഹാജി ഉസ്താദും അവിടെ ഉണ്ടായിരുന്നു. മൂസാജി ഉസ്താദിനെ അറിയില്ലേ? മൂസാജി ഉസ്താദിൻ്റെ ലാസ്റ്റ് സമയത്താണ് ഞാൻ നെടുങ്കണ്ടത്ത് 3 ദിവസത്തെ പ്രസംഗം നടത്തിയത്. അവിടുത്തെ ആർച്ച് എൻ്റെ വാലിൻ്റെ സംഭാവനയാണ്. മുസാജി ഉസ്താദിനൊരു സ്വഭാവമുണ്ട്. മുസ്ലിയാക്കന്മാരെ കണ്ടാൽ മുത്തുകിന്നിട്ട് യോ ഹയ്യു യാ കയ്യും പറഞ്ഞ് 3 ഇടി ഇടിക്കും. ആ ഇടി കിട്ടിയ അവൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് അബ്ദുൽ ജബ്ബാർ, അല്ലേ? ഈ അടുത്ത് മരിച്ചുപോയി. അള്ളാഹു ആഖിറം വെളിച്ചമാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളുടെ ഹൈറേഞ്ച് ഇടുക്കി ജില്ലയെ ഇടുക്കിയാക്കിയത് മുസാജി ഉസ്താദും നമ്മുടെ ലിയാഖത്ത് അലി ശിഹാബ് തങ്ങളുമാണ്. ലിയാഖത്ത് അലി തങ്ങളുടെ കുറിച്ച് ശിഹാബ് എന്നുണ്ടോ? പൂക്കായ തങ്ങൾ. അതിനു മുമ്പ് ഹൈറേഞ്ചിൽ ആലിമീങ്ങളില്ലല്ലോ. നമ്മുടെ മുൻ പാളയം ഇമാം ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവിയിലെ വഖഫ് ബോർഡ് ചെയർമാൻ, അവരൊക്കെ മൂസാ ഹാജി ഉസ്താദ് പറഞ്ഞു വിട്ടിട്ട് ഓതാൻ പോയവരാ. അങ്ങനെ കുറേ പണ്ഡിതന്മാർ. ഈ ഗഫാർ മൗലവീനെ പ്രസവിച്ചത് ഏറുമാടത്തിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറുമാടത്തിൽ കിടന്നാണ് ഉമ്മ പ്രസവിച്ചത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിന്, ഈ യൂണിവേഴ്സിന് ഒരു സൃഷ്ടാവുണ്ട്. അവൻ ഏകനാണ്. നബിയെ പറയുക, ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു. അവനിൽ മൾട്ടിപ്ലിസിറ്റി ഇല്ല, ബഹുത്വമില്ല. അവൻ ഒന്നായ പലതല്ല, അവൻ പലതായ ഒന്നുമല്ല, അവൻ ഒന്നേ ഒന്ന് മാത്രം. അല്ലാഹു അഹദ്. നിങ്ങൾ ചോദിക്കും, ഷമ്മാസ് മൗലവി അഹദാണല്ലോ, ഒറ്റ നോട്ടത്തിൽ അഹദാണല്ലോ. അല്ല, നമ്മൾ മുറക്കബാണ്. മുറക്കബെന്ന് പറഞ്ഞാൽ മാംസവും രക്തവും നാഡീ ഞരമ്പുകളും എല്ലാം കൊണ്ട്, നമ്മുടെ ബ്രെയിൻ തന്നെ നോക്കിയാൽ, നമ്മുടെ തലച്ചോറ് തന്നെ നോക്കിയാൽ നമുക്കറിയാം, സെറിബ്രം, സെറിബെല്ലം. ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ നഫ്സ് ഒന്ന് പരിശോധിച്ചു നോക്കൂ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാകുമെന്ന് സൂറത്തു ദാരിയാത്ത്, പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് മൾട്ടിപ്ലിസിറ്റി ഇല്ല, ബഹുത്വമില്ല. അള്ളാഹു കുറേ മാംസം കൊണ്ടും രക്തം കൊണ്ടും നാഡീ ഞരമ്പ് കൊണ്ടും മുറക്കബല്ല. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള്. അള്ളാഹു ആകാശഭൂമികളുടെ ലൈറ്റാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. ശാസ്ത്രം വികസിച്ചുകൊണ്ടേയിരിക്കുക. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിക്കുന്നതിനനുസരിച്ച് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ ലൈറ്റാണ് എന്ന വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നോക്കൂ, ഒരു കാലത്ത് മൊബൈലില്ലായിരുന്നു. ഞാൻ ആദ്യം മസ്കറ്റിൽ പോയത് 20 കൊല്ലം മുമ്പാണ്. നമ്മുടെ മാന്നാർ ഇസ്മായിൽ കുഞ്ഞാജിയില്ലേ, നമ്മുടെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ആലപ്പുഴ, ബഹുമാനപ്പെട്ടവരാണ് എനിക്ക് ആദ്യം ഒരു മൊബൈൽ തരുന്നത്. അത് ചക്ക പോലത്തതാ, ഇങ്ങനെ ഇട്ടാണ്ടല്ലോ മുഴച്ച് നിൽക്കും. ഇപ്പോഴല്ലേ മെലിഞ്ഞ് 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 ദുബല ഹോകയാ പത്തല ബി ഹോകയാ, അല്ലേ? ഇതൊക്കെ പഠിച്ചു കേട്ടോ. എൻ്റെ ഹാഫിൽ ഉസ്താദ് ബീഹാരിയായിരുന്നു, ഉറുദുക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉറുദു ഒക്കെ പഠിച്ചു കേട്ടോ. ഇതൊരു ഹാഫിൽ ഉസ്താദ് അല്ലേ, അല്ലേ? അത് കഴിഞ്ഞ് നോക്കൂ, അന്ന് മൊബൈല് വിളിക്കാൻ മാത്രമേ കൊള്ളാവുള്ളൂ. പിന്നെ അതിനകത്ത് എന്തെല്ലാം സെറ്റപ്പ് വന്നു, അല്ലേ? ക്യാമറ, 2 ക്യാമറ ഇല്ലേ ഉസ്താദ്? ഉള്ളതല്ലേ ഞാനീ പറയുന്നത്. ആദ്യം 1 ക്യാമറ, പിന്നെ 2 ക്യാമറ, പിന്നെ വാട്സാപ്പ്, പിന്നെ എന്താ ഫേസ്ബുക്ക്, പിന്നെ എന്താ ഇൻസ്റ്റാഗ്രാം. ഇപ്പോ ഇതാ പുതിയ ഒരു സിസ്റ്റം വന്നിരിക്കുന്നു. അതിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം. ലാസ്റ്റ് പറയാം, വേഴ്സസ്, മെറ്റാ വേഴ്സ് എന്നല്ലേ പേര്, അല്ലേ? ഒരു പുതിയ കണ്ണാടി. ആ കണ്ണാടി വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മുമ്പിൽ മുഴുവനും 3Dയാ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, ഇങ്ങോട്ടും നോക്കണ്ട, അനന്തമായ ഒന്ന് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കി, മെറ്റാവേഴ്സ് ഒന്ന് അടിച്ചു നോക്കിയാൽ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അതിനെപ്പറ്റിയുള്ള വിവരം നമുക്ക് കിട്ടും. എൻ്റെ പൊന്നുസ്താദെ, എവിടെ എത്തിയെന്നറിയോ ലോകം?
ശാസ്ത്രം കുതിക്കുകയാണ്. നോക്കൂ, പാകിസ്ഥാനിലെ നോബൽ പ്രൈസ് കിട്ടിയ അബ്ദുസലാം എന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ സമർത്ഥനം എന്തായിരുന്നു അറിയുമോ? ഈ പ്രപഞ്ചം അള്ളാഹുവിന്റെ വെളിച്ചമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. അള്ളാഹു ശേഷം പറയുന്നുണ്ട്, വമല്ലം യജഅലില്ലാഹു ലഹു നൂറ, ആർക്കല്ലാഹു പ്രകാശം കൊടുത്തില്ലയോ അവന് പ്രകാശമില്ല. ബഹുമാനപ്പെട്ടവരെ, നമ്മൾ ആരാണ്? അള്ളാഹു പറഞ്ഞു നുത്ഫ എന്നല്ല പറഞ്ഞത്, മഹീൻ എന്നാ പറഞ്ഞു. മാഇൻ മഹീൻ, നിസ്സാരമായ ഒരു വെള്ളത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇസ്മായിൽ ഉസ്താദിനെ പോലുള്ള, മാഹിരിയെ പോലുള്ള, ബഹുമാനപ്പെട്ട നമ്മുടെ അലി ഉസ്താദിനെ പോലുള്ളവരൊക്കെ അതിനർത്ഥം പറയട്ടെ. എന്താണ് അല്ലാഹ് മഹീൻ എന്ന ഈ നുത്ഫയെ പറ്റി പറയാൻ കാരണം? നിസ്സാരമായ ആ വെള്ളത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും സുബഹിക്ക് ആദ്യത്തെ റക്അത്തിൽ ഞാൻ ഓതുന്ന സൂറത്താണ്, നമ്മൾ ഓതുന്ന സൂറത്താണ് സൂറത്തു സജദ. അത് ചില പള്ളിയിൽ നിർബന്ധമാണ്. ഞാൻ ഖത്തീബായിട്ടിരിക്കുന്ന പള്ളിയിൽ വാലിന് പോകുമ്പോൾ അവിടുത്തെ മോദിന് അസിസ്റ്റന്റ് പറയും, ഉസ്താദേ സുബഹി മുടങ്ങല്ലേ, വാല് പോകുന്നിടത്ത് കിടക്കല്ലേ, കാരണം സജദ ഓതിയില്ലെങ്കിൽ ജനങ്ങൾ കോപിക്കും. അപ്പൊ യുദബ്ബിറുൽ അംറ മിന സമാഇ ഇലൽ അർള് മുതൽ അങ്ങ് ഓതാൻ തുടങ്ങും, അല്ലേ? അള്ളാഹു അവിടെ പറയുന്നുണ്ട്, അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, അവനാണ് സമസ്ത ചരാചരങ്ങളെയും ഭംഗിയായി സൃഷ്ടിച്ചത്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവൻ കളിമണ്ണിൽ നിന്നും സംവിധാനിച്ചു. കണ്ടോ, നമ്മുടെ സൃഷ്ടിപ്പ് തീൻ, കളിമണ്ണിൽ നിന്നാണ്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി, പിന്നീട് അല്ലാഹു അതിനെ സവ്വാഹു, തസ്വിയത്ത്, നേരെ ചൊവ്വേ അതിനെ സൃഷ്ടിച്ചു. വനഫഖ, അവൻ ഊതി, ഫീഹി, ആ കളിമണ്ണിന്റെ സത്തയിൽ ഊതി, മിർ റൂഹിഹി, അവന്റെ റൂഹിൽ നിന്നും. അതിവിടെ മുമ്പ് പ്രാസംഗികൻ ആരോ പറഞ്ഞല്ലോ. ഏത് പ്രാസംഗികനാ പറഞ്ഞ? ആരാ പറഞ്ഞ? ഓർമ്മയില്ല അല്ലേ? ഒന്ന് സൂചിപ്പിച്ചു വിട്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്ത് സ്വാദിൽ അള്ളാഹു പറഞ്ഞത് ആദമിനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. എന്നിട്ട് വനഫഖ്തു ഫീഹി മിർ റൂഹി, ഞാൻ ആദമിൽ ഊതി എൻ്റെ റൂഹിൽ നിന്ന്. അപ്പോൾ ആ റൂഹാണ് നമ്മുടെ ശരീരത്തിലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസക്തി റൂഹിനാണ്, ആത്മാവിനാണ്, ശരീരത്തിനല്ല. ശരീരം നോക്ക്, കവിളൊക്കെ ഉണങ്ങും, ആ കളറൊക്കെ മങ്ങും, കറുത്ത മുടിയൊക്കെ വെളുത്ത മുടിയാകും, പല്ലുകൾ കൊഴിയും, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും മനുഷ്യനിൽ. റൂഹോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു പറയുന്നു, ഞാൻ ആദമിൽ ഊതി. റൂഹെന്ന് പറഞ്ഞാൽ മിൻ ജിസ്മിൽ ലത്തീഫ്, ലോലമായ ബോഡി ഘടനയാണ് റൂഹിനുള്ളത്. ഞാനൊന്ന് ഊതട്ടെ. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടില്ലല്ലോ. വളരെ ലത്തീഫായ ഒരു ബോഡി ഷേപ്പാണ് റൂഹിനുള്ളത്. നമ്മളാരും അത് കണ്ടിട്ടില്ല. ഒരുപാട് രഹസ്യങ്ങൾ റൂഹിൻ്റെ വിഷയത്തിലുണ്ട്. ഇപ്പോൾ കുറേ യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയും. അക്കൂട്ടത്തിൽ ഒരു ടീച്ചറും ഉണ്ട്, ജാമിദ. അവളിപ്പോൾ നബീനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയിരിക്കുക, അള്ളാനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയ. അവൾക്ക് നല്ല അടി കിട്ടും. മിക്കവാറും ദുനിയാവിൽ നിന്ന് തന്നെ ഇൻഷാ അല്ലാഹ് പണിഷ്മെന്റ് കിട്ടും. ഈയിടെ നോക്കിയോ അള്ളാനെ ചീത്ത വിളിക്കുന്നു. അള്ളാഹു ജാമിദാക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഈ ഒസാമാർ ആമീൻ പറയുമോന്ന് എനിക്ക് സംശയമാണ്, എന്നാലും പറഞ്ഞേക്കി. കാരണം എന്താ അറിയോ? ബിസി അസീസിൻ ഔ ബിദില്ലി ദലീലിൻ. അള്ളാഹു ഇസ്ലാമിനെ അന്തസ്സുള്ളവൻ്റെ അന്തസ് കൊണ്ട് സഹായിക്കും, ഏറ്റവും ദുഷ്ടൻ്റെ ദുഷ്ടതരം കൊണ്ട് സഹായിക്കുമെന്നാ, ഇല്ലേ ഇസ്മായിൽ ഉസ്താദെ? ആ, പിന്നെ ഒരുത്തരുണ്ട് ഡോക്ടർ മഹാ ആരിഫ്. ഡോക്ടർ ആരിഫ് ഭയങ്കര ഡോക്ടറുവാ, യുക്തിവാദിയുവാ. പിന്നെ ഒരു ലിയാക്കത്ത്, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, പടച്ചവനെ ഈ യുക്തിവാദികളൊക്കെ ഇസ്ലാമിൽ നിന്നാണോ പോകുന്നത്? അപ്പം മറ്റൊരു പണ്ഡിതൻ എന്നെ തിരുത്തി, അല്ല, അറിയപ്പെട്ടവരധികവും മുസ്ലിങ്ങളാണെങ്കിലും
ഏറ്റവും കുറച്ചാളുകൾ യുക്തിവാദത്തിലേക്ക് പോകുന്നത് ഇസ്ലാമിൽ നിന്നാണ്. ഞങ്ങളെ പ്രാസംഗികരുടെയൊക്കെ ധാരണ അങ്ങനെയായിരുന്നു. നമ്മുടെ സമുദായത്തിൽ നിന്നാണ് ഒരുപാട് പേര് യുക്തിവാദത്തിലേക്ക് പോകുന്നത്. നല്ല കേട്ടോ, അദ്ദേഹം അതിൻ്റെ കണക്കുദ്ധരിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ യുക്തിവാദി എന്ന് പറഞ്ഞാൽ അവനല്ലേ ഏറ്റവും വലിയ മണ്ടൻ. ഇവിടത്തെ ഒരു മണൽത്തരി മുതൽ സോളാർ സിസ്റ്റത്തിലെ അൽ മജ്മുഅത്തു ശംസിയയിലെ ഏറ്റവും വലിയ ഒരു ഗ്രഹമാണ് ജൂപ്പിറ്റർ, വ്യാഴം. വ്യാഴം മുതൽ ഈ ചെറിയ മണൽത്തരി വരെ വഫീ കുല്ലി ശൈഇൻ ലഹു ആയതു തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ പ്രപഞ്ചത്തിലെ സമസ്ത കണികകളിലുമുണ്ട് അലാ അന്നഹു വാഹിദു, അല്ലാഹു വാഹിദാണ്, അല്ലാഹു ഏകനാണെന്ന് വിളിച്ചറിയിക്കുന്ന തെളിവുകളുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, അവൻ സ്വയം പര്യാപ്തനാണ്, ആരുടെയും ആശ്രയം അല്ലാഹുവിനില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജാതനല്ല, ജനയിതാവുമല്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല, ഒരു സ്ത്രീ അവനെ ജനിപ്പിച്ചതുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരുമില്ല. അള്ളാഹ്ക്ക് തുല്യനായിട്ട് ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. കണ്ടോ? അപ്പോൾ ആരാണ് അള്ളാഹു? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, തഫക്കറൂ ഫീ ഖൽഖില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ പറ്റി ചിന്തിക്കണം. വലാ തഫക്കറൂ ഫീ ദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ദാത്ത് മീനിങ് ശരീരം. അള്ളാഹുടെ ശരീരം എങ്ങനെയാ, അള്ളാഹ് എപ്പോഴാണ് ഉണ്ടായത്, അവൻ്റെ ബർത്ത്ഡേ എപ്പോഴാ, ഇങ്ങനെ ഒന്ന് കാട് കയറി ചിന്തിക്കരുത്. അള്ളാഹിനെ മനസ്സിലാകണോ? ആ അറബിക്കടലിൻ്റെ സൈഡിൽ പോയിരുന്ന് വംവാജുൻ റാത്തു അല്ലെ, ബിഹാറുൻ റാത്തു അംവാജിൻ, തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ബഹറുകൾ. എന്നുമെൻ ജീവിത ഭാഗധേയങ്ങളിൽ നന്മതൻ പൂക്കൾ പൊഴിക്കും തരങ്കിണി, ഒന്നായ നിന്നെ ഞാൻ കാണുന്നനവധി ഭിന്ന രൂപങ്ങളിൽ ഭിന്ന ഭാവങ്ങളാൽ. മഞ്ഞിൽ വെയിലിൽ മഴയിൽ നിലാവിൽ നീ മഞ്ജുള ശില്പങ്ങൾ തീർക്കുന്ന ശില്പിയാം. ആഴിയിൽ അർക്കനിൽ ആമ്പലിൻ ആകാശ നീലിമയിൽ നിന്നെ ദർശിപ്പൂ ദൈവമേ. ആദ്യവും അന്ത്യവും ഇല്ലാത്ത നിന്നിലെ ആത്മസായുജ്യം ലഭിപ്പൂ മഹാമയേ. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവൻ അവ്വലാണ്, അവൻ ആഖിറാണ്, അവൻ ലാഹിറാണ്, അവൻ ബാത്തിനാണ്, അവൻ ആദ്യനാണ്, ആദ്യനാണ്, അവൻ അന്ത്യനുമാണ്, അവൻ പ്രത്യക്ഷനാണ്, അവൻ പരോക്ഷനാണ്, അവൻ സമസ്ത വസ്തുക്കളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അടുത്ത വ്യാഴാഴ്ച ഈ മജ്‌ലിസിൽ വരുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ദിക്ർ ചൊല്ലാൻ. കുറേ ദിക്ർ ചൊല്ലുന്നു, അതിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങുന്നു. ഹബീബെ, ഒരുപാട് നേരമൊന്നും ദിക്ർ ചെയ്യണ്ട, അരമണിക്കൂർ 3/4 മണിക്കൂർ ചെയ്യുന്നത് നല്ല സ്പിരിറ്റോട് കൂടി ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മനസ്സിലായോ? ജനങ്ങളെ ഉലമാക്കളെ കുറ്റം പറയും, ഉസ്താദ്മാരൊക്കെ ഉറക്കമാണ്. ഉസ്താദ്മാർ 24 മണിക്കൂറും പള്ളിയില്ല, സുന്നത്തും കിതാബ് നോട്ടവും ദറസും, അതിൻ്റെ ഇടയ്ക്ക് പാവങ്ങളൊന്ന് വിശ്രമിക്കുന്നതിനെ വിമർശിക്കുക അല്ലേ? ഞാൻ വയലിന് പോവുകയാണെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കണമല്ലോ. ആ 2 മണിക്കൂർ പ്രസംഗിക്കാൻ ഞാനൊരു 4 മണിക്കൂർ കിതാബ് നോക്കാറുണ്ട് ഇപ്പോഴും. അലിഫൈസി ഉസ്താദിനറിയാം, എനിക്ക് കിതാബ് നോക്കിയില്ലെങ്കിൽ റാഹത്താവില്ല. ഞാനിപ്പോൾ കുറേ അവിടെ ഇരുന്ന് കിതാബ് നോക്കി. എൻ്റെ വല്യുപ്പ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, മൻ ഫതഹ ബാബൽ മുതാലഅതി ഫതഹല്ലാഹു അലൈഹി ബാബൽ ഉലൂം. മുതാലഅയുടെ കവാടം ആര് തുറന്നോ അവന് നവങ്ങളായ അറിവുകൾ കിട്ടും. വല്യുപ്പ ഒരു കാര്യം പറയുമായിരുന്നു, വേഷം മാത്രം പോരാ കേട്ടോ. എൻ്റെ പേര് അലി എന്നാണ്, മുഹമ്മദ് അലി. അബൂ ഷമ്മാസ് ഉണ്ടായിക്കഴിഞ്ഞ് ഷമ്മാസിന് ഇപ്പം 30 വയസ്സായി. വയസ്സൊന്നും പറയണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ വയസ്സ് കണക്കൂട്ടി അല്ലേ?
ഒരു ഉസ്താദ് വളർന്ന് വലുതായി പെണ്ണ് കെട്ടി 30 വയസ്സുള്ള മകൻ ഉണ്ടാകണമെങ്കിൽ പറയുന്ന ഉസ്താദിന് എത്ര വയസ്സായി കാണും? എത്ര എന്ന് പറഞ്ഞാ? കണ്ണാടി വെച്ചിരിക്കുന്ന ആരാ? ഇത് എവിടെയുള്ള? ഇടുക്കിയാണോ? എവിടെ? മദ്രാസോ? മണ്ണർക്കാട്? ആ, എത്ര വയസ്സുണ്ടാവും? കുറച്ചേ പറയാവുള്ളൂ. 59 ഉണ്ടോ? അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം CM വലിയുള്ളാനെ കണ്ടു. CM ഞാൻ അന്ന് മർക്കസിൽ ഹാഫിൽ ഉസ്താദാ. ഏത് മർക്കസിൽ? കാരന്തൂർ മർക്കസിലെ ആദ്യത്തെ ഹാഫിൽ ഉസ്താദാണ് ഞാൻ. ഷംസുൽ ഉലമ പോയ ഉടനെയാണ് ഞാൻ അവിടെ വരുന്നത്. ജനനം കൊണ്ട് തെക്കനാണെങ്കിലും 87, 88, 89 3 കൊല്ലം സമസ്തയുടെ പിളർപ്പ് കണ്ടയാളാണ് ഞാൻ. ആ പിളർന്ന സമ്മേളനം, എറണാകുളം സമ്മേളനത്തിൽ ഖിറാത്ത് ഓതിയ ആളാണ് ഞാൻ. അന്ന് ആരായിരിക്കും ഞാൻ? ഇന്ന് ഞാൻ എങ്ങനെയുണ്ട്? ആൾക്കാർ പറയുന്നു ശബ്ദത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ശബ്ദത്തിന് മാറ്റം വന്നോ? നമ്മുടെ ഏറ്റുമാനൂർ ടൗൺ പള്ളിയിൽ ഒരു ആലിംസ ഉണ്ട്. ഞാൻ സുബൈക്ക് കോട്ടയത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് ഓടിപ്പോവും അവരുടെ പിന്നെ കൈകെട്ടാൻ. എന്താ? 90 വയസ്സുണ്ടെങ്കിൽ ഖിറാത്ത് അടിപൊളിയാ. എന്താ ഇപ്പോഴും ആ ഓതലിന്റെ രസം, ശബ്ദത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ സമസ്തയെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. നമുക്ക് ആമീൻ പറഞ്ഞിട്ടില്ല. ഇസ്മായിൽ ഉസ്താദ് കടുത്ത ഈക്കക്കാരനാണെന്ന് തോന്നുന്നല്ലോ. അല്ലാഹുവേ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. പിന്നെ ഞങ്ങൾ തെക്കുള്ളവർക്ക് വലിയ വിഷമമുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ പുകയുന്നു എന്നൊരു തോന്നല്. ഒന്നും പുകയാതെ അല്ലാഹു തആല അതെല്ലാം പടച്ചോൻ ഭംഗിയാക്കി പരിഹരിച്ചു തരട്ടെ. എന്താ നിങ്ങളെ അല്ലേ? ഞങ്ങളൊക്കെ സമസ്തയെ സ്നേഹിക്കുന്നവരാ, ഞങ്ങളൊക്കെ സയ്യിദന്മാരെയും സ്നേഹിക്കുന്നവരാ. കൊടപ്പനക്കൽ തറവാടിനെയും, അവരിലെ ബാഫഖി, അവരിലെ ഷിഹാബ്, അവരിലെ ജിഫിരി, ഒരുപാട് കബീലകളുണ്ടല്ലോ തങ്ങളെ. എല്ലാ തങ്ങന്മാരെയും എല്ലാ അഹ്ലു ബൈത്തിനെയും നമ്മൾ ബഹുമാനിക്കണം. ഇൻഷാ അല്ലാഹ് ബഹുമാനിക്കൂലേ? ആയത്തുൽ മുബാഹല എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. അതിറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂല് ദഅ അലിയൻ വ ഫാത്തിമ വ ഹസനൻ വ ഹുസൈനൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. മുത്തുനബി അലിയാർ തങ്ങളെയും ഫാത്തിമ ബീവിയെയും ഹസനെയും ഹുസൈനെയും റളിയല്ലാഹു അൻഹും വിളിച്ചു. എല്ലാവരും ഇങ്ങ് വരീൻ. അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈത്തി. അല്ലാഹുവേ ഇവരാണ് എൻ്റെ അഹ്ലു ബൈത്ത്. എന്നിട്ട് സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്തോതി, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. തീർച്ചയായിട്ടും അല്ലാഹു ഉദ്ദേശിക്കുന്നു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ. റിജ്സ് ഖദർ, മാലിന്യം, പാപങ്ങളുടെ മാലിന്യം നിങ്ങളിൽ നിന്നും കഴുകിക്കളയാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അഹ്ലൽ ബൈത്ത്, പ്രവാചകന്റെ കുടുംബമേ. വയുതഹിറകും തത്ഹീറാ, നിങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ സദസ്സിലിരിക്കുന്നു. ഒരു സയ്യിദ് പോയി, രാവിലെ സാദാത്തുക്കൾ ഇവിടെ വന്നു. നാം ബഹുമാനിക്കണം അഹ്ലു ബൈത്തിനെ. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, അഹ്ലു കൂട്ടുകാർ, വീട്ടുകാരെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ വീട്ടുകാർക്കാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ പറഞ്ഞേക്കാം, ഏതായാലും അത് പറഞ്ഞത് കൊണ്ട് ഒന്നും കൂടെ പറഞ്ഞേക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. പ്രവാചകൻ രാവിലെ ഇറങ്ങി, ഖറജ, മുത്തുനബി ഇറങ്ങി രാവിലെ. വഅലൈഹി മിർതുൻ മുറഹലുൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദേഹത്ത് രോമം കൊണ്ട് നിർമ്മിച്ച കറുത്ത കളറുള്ള ചെറിയ ഡിസൈനുള്ള ഒരു പുതപ്പ് മുത്തുനബി അവിടുത്തെ ശരീരത്തിലിട്ടിട്ടുണ്ട്. ഫജാ അൽ ഹസൻ, അതാ ഹസൈനാര് ഓടി വന്നു. ഫഅദ്ഖലഹു ഫീ, മുത്തുനബി ആ പുതപ്പിനകത്തോട്ട് പേരക്കിടാവിനെ പ്രവേശിപ്പിച്ചു. സുമ്മ ജാഅ ഹുസൈൻ, ഹുസൈൻ വന്നു റളിയല്ലാഹു അൻഹു, വന്ന് നേരെ ആ പുതപ്പിനകത്തേക്ക് കടന്നു നിന്നു. സുമ്മ ജാഅ അലി, പിന്നെ അലിയാർ തങ്ങളും വന്നു. വ ഫാത്തിമത, ഫാത്തിമയും വന്നു, ആ പുതപ്പിനകത്തേക്ക് കയറി.
അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈത്തി. അള്ളാഹുവേ, ഇവരാണ് എൻ്റെ അഹ്ലു ബൈത്ത്. എന്താ ഹബീബേ? മുസ്ലിമിൻ്റെ ഹദീസാ, സഹീഹായ ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു നബിയൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജത്തുൽ വദാഇൽ, മുത്തനബിയെ ഞാൻ കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ ഖസ്വ എന്ന ഒട്ടകപ്പുറത്താ. ഖസ്വ, അൽ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്തിരുന്നുകൊണ്ട് യഖ്തുബുന്നാസ്, ജനങ്ങളോട് സംസാരിക്കുകയാ. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലൻ തളില്ലു മാ തമസ്സക്തും, നിങ്ങൾ വഴിതെറ്റുകയില്ല, നിങ്ങൾ മാർഗഭ്രംശത്തിലേക്ക് പോവുകയില്ല, നിങ്ങൾ പിൻപറ്റിയാൽ മാ ഇൻ അഖദ്തും കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅ്തുറത്തി, ആ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തെയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഐ അഹ്ലു ബൈത്തി, അത് പ്രവാചകന്റെ അഹ്ലു ബൈത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം റസൂലുള്ളാഹിയുടെ അഹ്ലു ബൈത്ത് സ്ഥിരപ്പെട്ടത് ഫാത്തിമയിൽ കൂടിയാ, അല്ലേ? ഈയിടെ ഒരാൾ പറയാ എന്നോട്, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ തങ്ങന്മാരാ, നമ്മൾ ആദം നബിയുടെ മക്കളല്ലേ എന്ന്. ഒരെണ്ണം കൊടുക്കാൻ തോന്നി. അത് ഹദീസൊക്കെ പഠിച്ച ഒരുത്തനാ, അത്യാവശ്യത്തൊക്കെ ഓതിയിട്ടുണ്ട്. അവർക്കൊന്നും ഈ ഹദീസും ഈ ആയത്തൊന്നും അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളും തങ്ങന്മാരാ, നമ്മൾ ആദം നബിയുടെ മക്കളല്ലേ എന്ന്. എന്നിട്ട് അയാൾ ഒരു വാക്ക് പറഞ്ഞു കേട്ടോ, ഭയങ്കര വിഷമം തോന്നി. അതെങ്ങനെയാ സ്ത്രീയിൽ നിന്ന് നസബ് സ്ഥിരപ്പെടുക എന്നൊരു വാക്കും കൂടി പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അപ്പം ഈ കേട്ട ഹദീസൊന്നും മൂപ്പര് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെയും അവൻ്റെ ഗ്രന്ഥത്തെ ഖുർആൻ പറഞ്ഞത്, ഹദീസിൽ പറഞ്ഞത് പാശം കയറെന്നാണ്. രണ്ടാമത് പറഞ്ഞു എൻ്റെ അഹ്ലു ബൈത്ത്. നമ്മൾ കേരളീയർ എത്ര ഭാഗ്യവാന്മാരാ, അല്ലേ? ഇന്ന് സമസ്തയുടെയും മദ്രസയൊക്കെ ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാഫക്കി തങ്ങൾ വഫാത്താകുന്നത്. ആ സമയത്ത് എൻ്റെ ഉപ്പ കരയുന്നത് ഞാൻ, ബാപ്പാക്കന്ന് ചെറിയൊരു ജോളിക്കടയാ, കടയിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടു. ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ജീവനായിരുന്നു ബാപ്പാക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം അവിടുത്തെ തലപ്പാവെടുത്ത് ഈ സമുദായത്തിൻ്റെ മുമ്പിൽ കാണിച്ച് ഈ ഉമ്മത്തു നൽകിയ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ മദ്രസകൾ കെട്ടിപ്പൊക്കിയത്. നോക്കൂ, എത്രയോ സംസ്ഥാനമില്ലേ? ആസാമിൽ 28 മുസ്ലിം ശതമാനം, കേരളത്തിൻ്റെതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ അവിടെ മുസ്ലിം MLA എത്രയുണ്ട്, എത്ര മിനിസ്റ്റേഴ്സ് ഉണ്ട്? ഈയിടെ 2-3 ഹുദവിമാർ അവിടെ പോയിട്ട് വന്നവർ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദെ, വല്ലാത്തൊരവസ്ഥയാണ് വടക്കേന്ത്യയിൽ. നമ്മൾ വേണം ഇനി അവിടെ പോയിട്ട് ദഅവത്ത് ചെയ്യാനും സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിന് സമസ്തയ്ക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാം അൽഹംദുലില്ലാഹ് നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിൻ്റെ ദീനായിരിക്കണം. പിന്നെ ഒരു സംഘടനയില്ലെങ്കിൽ, അലൈക്കും ബിൽ ജമാഅ, സംഘടനയില്ലെങ്കിൽ നമ്മുടെ മക്കളെ ആര് കൊണ്ടുപോകും? പിശാചുക്കൾ കൊണ്ടുപോകും. അതുകൊണ്ടൊരു സംഘടന മരക്കൽ മുല്ലക്കോയ തങ്ങൾ ബീജാവാപം നടത്തി തന്നു നമുക്ക്. നമ്മൾ ഉറച്ചു നിൽക്കുക. അള്ളാഹു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ. നാം അള്ളാഹുവിനെ കണ്ടെത്തണം. നോക്കൂ, ഒരുപാട് സൃഷ്ടികളുണ്ട് ഇവിടെ. ആ സൃഷ്ടികളെ പറ്റി ചിന്തിക്കണം. എന്നാൽ നിങ്ങൾക്ക് സൃഷ്ടാവിനെ കണ്ടെത്താം എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണം, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. ഷർത്തും ജസാഉമാണ്, നിങ്ങൾ എന്നെ ഓർത്താലേ ഞാൻ നിങ്ങളെ ഓർക്കൂ. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. ഇവിടെ ദിക്റും ശുക്റും അള്ളാഹു ഒന്നിച്ച് പറഞ്ഞു. ദിക്റും ചെയ്യണം, നിഅമത്ത് തന്ന അള്ളാഹുവിന് ശുക്റും ചെയ്യണം. ഇപ്പോൾ ഒരു ദുബൈക്കാരൻ ജോലി പോയി, ഉസ്താദേ ആ സറസിൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. അള്ളാഹുവേ നീ അദ്ദേഹത്തിന് നല്ല ജോലി കൊടുത്ത് അദ്ദേഹത്തിന് വീണ്ടും ഗൾഫിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ
ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ മകന് കിഡ്നിയുടെ അസുഖം, പല അസുഖമാണ്. അള്ളാഹുവേ, മുബാറക്കായ ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ കുഞ്ഞിൻ്റെ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീൻ, അള്ളാഹുവിന് കുറച്ച് മലക്കുകളുണ്ട്. അവർ ഭൂമിയിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. അവർക്ക് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല. അവരുടെ ഡ്യൂട്ടി യൽതമിസൂന അഹ്ല ദിക്ർ, വഫീ റിവായത്തിൻ യൽതമിസൂന ഹിലക ദിക്ർ, ദിക്റിന്റെ ഹൽക്ക തേടി നടക്കുകയാണ് അവർ വന്ന ആ സദസ്സിൽ വന്നിരിക്കും. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭവനത്തിൽ നടക്കുന്ന, ആഴ്ചതോറും നടക്കുന്ന, ഞങ്ങൾ പോകണം, CK റസാക്ക് അല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പക്ക കറ തീർന്ന ലീഗുകാരനുമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ഏതായാലും മൂപ്പർ എന്നെ മറക്കൂല അല്ലേ. കോട്ടയത്ത് ഈരാറ്റുപേട്ട വന്നാൽ വിളിക്കണേ. ഞങ്ങളുടെ പഞ്ചായത്ത് മൊത്തം ലീഗുകാരാ. തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ട. ഒരു ചങ്ങാതി ഞങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ഇരിക്കേണ്ട ഇടത്ത് ഇരുത്തി. ആരാ? PC ജോർജേ, ചീഫ് വിഴുപ്പ്. അല്ല, ഇത് ലൈവാണോ? അല്ലാ, നാളെ ജോർജ് അച്ചായൻ വീട്ടിൽ നിന്ന് കേൾക്കുമല്ലോ ഇത്. ഇനി ഈരാറ്റുപേട്ടക്കാരൻ PC ജോർജിന് വോട്ട് കൊടുത്ത് MLA ആക്കൂല കേട്ടോ. ഈയിടെ ഉമ്മൻചാണ്ടി മരണപ്പെട്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പണ്ഡിതന്മാർ പോയി. അപ്പോൾ കബറടക്കമൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കൊടുത്ത് കുറേ മുസ്ലിയാക്കന്മാരൊക്കെ ഉണ്ട്. വീട്ടിലും ചാണ്ടി ഉമ്മൻ അവരൊക്കെ പള്ളിയിലാന്ന് പറഞ്ഞു. പള്ളിയിൽ ചെന്നപ്പോൾ അവരെല്ലാം കബറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ കബറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ നിന്നു. ഞാൻ നിന്ന് എങ്ങനെയാണെന്നറിയോ? ഹനഫി മദ്ഹബിൽ കൈ കിട്ടുന്നത് എങ്ങനെയാ? പൊക്കലിന താഴെയാ. ഇത് ഇങ്ങനെ നിന്നു. ഹനഫി മദ്ഹബിൽ കൈ കിട്ടുന്നത്. അന്ന് മുഴുവനും സോഷ്യൽ മീഡിയയിലൂടെ എന്നെ തിന്നുകൊണ്ടിരുന്നു. ഓ, ഷമ്മാസ് ഉസ്താദ് ഉമ്മൻചാണ്ടിക്ക് ഫാത്തിഹ ഓതുകയാണല്ലോ എന്ന്. എൻ്റെ പൊന്ന് ഹബീബെ, ഞാൻ ഇലാ ഹലർത്തി ഉമ്മൻചാണ്ടി എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്നു. പിന്നെ ഞാൻ എങ്ങനെ നിൽക്കും? പണ്ട് മമ്മൂട്ടി പറഞ്ഞതുപോലെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? എനിക്കിങ്ങനെ നിൽക്കാനും പറ്റൂല. പിന്നെ ഞാൻ എൻ്റെ കൈയൊന്ന് ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ചാണ്ടി ഉമ്മൻ എൻ്റെ കൈ പിടിച്ച് മുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അന്ന് എല്ലാ ഉസ്താദന്മാരും ഇങ്ങനെ ന്യൂസ് 80 എന്ന് പറഞ്ഞ ചാനൽ, അന്ന് 14 ലക്ഷം പേരാണ് കണ്ട, വൈറലായി. അവസാനം എൻ്റെ അടുത്ത് ക്യാമറ വന്നു. ഞാൻ 2 വാക്ക് പറഞ്ഞു. ലാസ്റ്റ് ഞാനൊരു വാക്ക് പറഞ്ഞു. നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യക്യാദികൾ, കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ. എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ഭരണാധികാരിയായിരുന്നു അല്ലേ. വർഗീയത ഉണ്ടല്ലോ നമുക്കറിയില്ല. അദ്ദേഹം ബാഹ്യമായിട്ടൊന്നും അത് കാണിച്ചിട്ടില്ല. അത് ക്ലിക്കായി. മറ്റ് പണ്ഡിതന്മാർക്ക്, എൻ്റെ കൂടെ വന്നവർക്ക് പോലും അത്ഭുതമായി. ഇതെവിടെ ഈ കവിത വരുന്നത്? ഞാൻ പറഞ്ഞു, അതൊക്കെ അള്ളാഹു തആല പറയിപ്പിക്കുന്നതാ അല്ലേ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ രാഷ്ട്രത്തിൽ ദഅവത്ത് ചെയ്തത് ആരിഫീങ്ങളായ ഔലിയാക്കളാണ്. അവരുടെ നേതാവാണ്. ഒരു ഭരണാധികാരിക്കും കിട്ടാത്ത വലിയ ആദരവാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിക്ക് കിട്ടിയത്. തങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ആശുറലി തങ്ങൾ 90 ലക്ഷം പേര് ഇസ്ലാമിലേക്ക് വന്നു അല്ലേ. അന്ന് ലവ് ജിഹാദൊന്നും ഇല്ലേ? ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ പറമ്പ് മേടിച്ച ലാൻഡ് ജിഹാദ്, മുസ്ലിങ്ങൾ ഇറച്ചിയും അല്ലെങ്കിൽ മറ്റേ ഇതുപോലത്തെ ചിക്കൻ ഷവായ ഒക്കെ വിച്ചാൽ അതിന് വേറെ ജിഹാദ്. ഓരോന്നിനും ഓരോ ജിഹാദാ. നോക്കൂ, 90 ലക്ഷം പേര്. ബഹുമാനപ്പെട്ട ഔസുൽ ആലം മുഹീദ്ദീൻ അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അവരുടെ സദസ്സിൽ 50,000 ജനങ്ങൾ പങ്കെടുക്കുമായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ടവർ കരയും, ജനങ്ങളും കരയും. തൗബ ചെയ്ത് എത്രയോ ആളുകൾക്ക് ഹിദായത്ത് കൊടുത്തു ഔസുൽ ആലം അല്ലേ. അവരൊക്കെ അള്ളാഹുവിനെ കണ്ടെത്തി, അള്ളാഹുവിനെ അറിഞ്ഞു. അള്ളാഹു എനിക്കും നിങ്ങൾക്കും റബ്ബിനെ കണ്ടെത്താൻ തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല. ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. 22-ാം തീയതി, അതെപ്പോഴാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അന്ന് നിങ്ങൾ ഒരു 33 പ്രാവശ്യം സൂറത്തുൽ ഫീൽ ഓതണം. ഒരു 40 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീറും ഓതണം.
ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ആ, നമ്മളൊന്നും ഭയപ്പെടണ്ട. ഇൻഷാ അല്ലാ, അള്ളാഹു എല്ലാം അവൻ്റെ നടപടിക്രമം യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. എല്ലാ വെള്ളിയാഴ്ച സൂറത്ത് സജദ പോകുന്നതല്ല നമ്മൾ. ആകാശത്തൊന്നും ഭൂമിയിലേക്ക് അമ്ര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. അക്രമികൾ ഫാസിസ്റ്റുകൾ കാട്ടിക്കൂട്ടുന്നത് അല്ലാഹു തആല കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടാം. ദിക്റിൽ നിങ്ങൾ പങ്കെടുക്കണേ, സ്വലാത്തിൽ നിങ്ങൾ പങ്കെടുക്കണേ. കാലം നോക്കൂ, വളരെ മോശമായിട്ടുണ്ട്. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ ചെറുതെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട വലിയ അടയാളം, വരാനിരിക്കുന്ന 10 അടയാളങ്ങളെ കോർത്ത് കാണിക്കുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരാൻ അടുത്തിരിക്കുന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന് ഇസ്സത്താണ്, മുസ്ലിമീങ്ങൾക്ക് അന്തസ്. നോക്കൂ, ഇന്ന് ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച് എല്ലാ ദേഷ്യവും തീർക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാ, അല്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, കാണുന്നില്ലേ? പക്ഷേ ഈ സമയത്ത് പോലും 4 ശങ്കരാചാര്യന്മാർ ആ ക്ഷണം സ്വീകരിച്ചിട്ടില്ല. 4 മഠങ്ങളാണുള്ളത് ഇന്ത്യയിൽ. 4 ശങ്കരാചാര്യന്മാരാണുള്ളത്. ശൃംഗേരി, പുരി, ഉത്തരാഖണ്ഡ്, ഇങ്ങനെയുള്ള 4 മഠങ്ങൾ. അവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു പുരോഹിതന്മാർ ഈ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നില്ല. ഇനി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ മുന്നണിയുണ്ട്, അതിലെ 28 പാർട്ടിക്കാരും അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ ഈ ശ്രീരാമൻ ഇത് ഒരു വിഭാഗത്തിൻ്റെ ശ്രീരാമനാണ്, ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ നേട്ടം. 2024 വരാൻ പോകുന്ന ഇലക്ഷൻ്റെ പ്രചരണമാണ് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ മതാചാര്യന്മാർ ഗർഭഗൃഹത്തിൽ കടക്കുന്നില്ല. സാധാരണ ഒരു കട്ടിൽ വെപ്പുണ്ടെങ്കിൽ മുസ്ലിയാക്കന്മാർ പോയാ വെക്കേണ്ടത്, അല്ലേ? ഇത് നോക്ക്, ഹിന്ദു സന്യാസിമാർ അവിടെ വരുന്നില്ല. പിന്നെ ആരാ വരുന്നത്? യോഗി ആദിത്യനാഥ്, പിന്നെ മോഡി, അല്ലേ? അത് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കാര് മതി? ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അവൻ ഏറ്റവും നല്ലവനാണ്. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നാം വിശ്വസിച്ച, നാം മുറുകെ പിടിക്കുന്ന, നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന റബ്ബ് നിഅമൽ മൗല, നല്ല യജമാനനാണ്. നിഅമൻ നസീർ, നല്ല സഹായിയുമാണ്. അള്ളാഹുവിൻ്റെ സഹായം ആദർശ സമൂഹമായ ഇന്ത്യയിലെ 25 കോടി മുസ്ലിമീങ്ങൾക്കുണ്ടാകും. അള്ളാഹുവിനെ മുറുകെ പിടിക്കണം, അവനിലേക്ക് നമ്മൾ അടുക്കണം. സുഹൃത്തുക്കളെ, നോക്ക് നിങ്ങൾ, എന്താണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്? എവിടെയും അധർമ്മമാണ്, അധാർമികതയാണ്, അഴിമതിയാണ്, കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളുമാണ് എവിടെ നോക്കിയാലും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് ഭൂമി മുഴുവനും അക്രമങ്ങൾ കൊണ്ട് നിറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മഹ്ദിയു മിന്നാ, ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. യംലഉൽ അർള ഖിസ്തൻ വ അദ്ലാ, ഭൂമി മുഴുവനും നീതി കൊണ്ട് നിറയ്ക്കും. കമാ മുലിഅതു ളുൽമൻ വ ജൗറാ, ഭൂമിയിൽ അക്രമവും അരാജകത്വവും നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞ് അജ്ലൽ ജബ്ഹ അഖ്നൽ അൻഫ്, നെറ്റി വീതി കൂടിയ ആളാണ്, മൂക്ക് വളഞ്ഞു കൂർത്ത വെളുത്ത സുന്ദരനാണ്, സുറുമയിടപ്പെട്ട കണ്ണുകളാണുള്ളത്, മെലിഞ്ഞയാളുമാണ്. ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്ന ഹദീസുണ്ട്. ഇമാം മഹ്ദിയുടെ കാലത്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ദുആ ചെയ്തപ്പോൾ ഒരാൾ ആമീൻ പറഞ്ഞില്ല, ഒരു ചെറുപ്പക്കാരനാ. ഞാൻ ചോദിച്ചു, നീ എന്താ ആമീൻ പറയാഞ്ഞത്? പൊന്നുസ്താദെ, ഇമാം മഹ്ദി വന്നാൽ ദജ്ജാൽ വരും, ദജ്ജാൽ വന്നാൽ പിന്നെ കൊല്ലാൻ ഈസാ നബി വരണം, ഇതൊന്നും കാണാനുള്ള തൊലിക്കട്ടി എനിക്കില്ല. അങ്ങനെയുണ്ട്. പേടിച്ച് ഒരു പേടിക്കുന്ന സാധനം, അല്ലേ? നിങ്ങൾക്ക് ഇമാം മഹ്ദിയെ കാണണോ മക്കളെ? ചെറിയൊരു ചങ്കിടിപ്പുണ്ട്, അല്ലേ? നിങ്ങളൊക്കെ ഖുർആൻ കാണാതെ പഠിക്കുന്ന മക്കളല്ലേ? ഉഷാറായിട്ട് പഠിക്കുമോ? ഞാനിപ്പോൾ ഓതിയതുപോലെ ഓതുവോ? എനിക്ക് 14 വയസ്സുള്ളപ്പോൾ
ഞാൻ ഖിറാത്ത് നടത്തിയപ്പോൾ എനിക്ക് HMD വാച്ചാണ് കോട്ടയത്തെ വ്യാപാരികൾ ഗിഫ്റ്റായിട്ട് തന്നത്. HMD വാച്ച്, മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഹാഫിളീങ്ങളാകണം, ആലിമീങ്ങളും ആകണം. ഒരു ഒരു ഡിഗ്രിയും വേണ്ടേ? ഇൻഷാ അല്ലാഹ് അതൊക്കെ സമ്പാദിച്ചൊരു പള്ളിയിലെ ഉസ്താദാവുമ്പോൾ നിങ്ങളുടെ ഖിറാത്ത് കേൾക്കാൻ ആളുകൾ ബൈക്ക് എടുത്ത് വരും. 2-3 കിലോമീറ്റർ വന്ന് സുബഹിക്ക് കൂടുന്ന ആളുകളെ എനിക്കറിയാം. ഞാൻ ഈ കോതോട് പെരുമ്പടപ്പിൽ വാളിന് വന്നു. അപ്പോൾ താമസിച്ച വീട്ടുകാരൻ പറഞ്ഞു, നമുക്കൊരു 3 കിലോമീറ്ററേ ഉള്ളൂ പെരുമ്പടപ്പ് വലിയ പള്ളിയിൽ പോകാം, അവിടെ ഇമാം ഹാഫിള. അപ്പം തന്നെ ഞങ്ങൾ കാറെടുത്തു. പെരുമ്പടപ്പ് വലിയ പള്ളി വന്നപ്പോൾ ഉണ്ട് നല്ല ഖിറാത്ത് വന്നത് മുതലായി. മനസ്സിലായില്ലേ? ഇന്നക്കും തുഹിബ്ബൂനൽ ഖിറാത്ത് ഇഷ്ടപ്പെടുന്നവരല്ലേ? അല്ലേ? നല്ല കാര്യമാണോ? ചിരിക്കുന്നത് അല്ലാഹു തആല പടച്ചവൻ. ഇൻഷാ അല്ലാഹ് കൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ ഖുർആൻ മുറുകെ പിടിച്ചോ. ദജ്ജാൽ അതിൻ്റെ സമയത്ത് വരും, ഇമാം മഹദി അതിൻ്റെ സമയത്ത് വരും. ഇനി നമുക്ക് മഹദിയെ പറ്റി പറയാം. ഇമാം മഹദി വരുന്നതിന് മുമ്പ് 3 പശ്ചാത്തലം ഉണ്ടാകണം, 3 കാരണങ്ങൾ ഉണ്ടാകണം. അതുണ്ടായിട്ടേ ഇമാം മഹദി വരൂ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഹത്താ, മുത്തുനബി പറയുകയാണ്, യൂപ്രട്ടീസ് നദി ഹത്താ യഹ്സിറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു പർവ്വതത്തെ പുറത്ത് കാണിക്കുന്നത് വരെ. ഫമൻ ഹളറഹു ഫലാ യഖുനു മിൻഹു ഷൈആ, ആരവിടെ എത്തിയാലും ആ സ്വർണത്തിന്റെ മലയിൽ നിന്ന് ഒന്നുപോലും എടുത്തു പോകരുത്. യുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ 99, 100-ൽ 99 പേരും കൊല്ലപ്പെടും. ഫുറാത്ത് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, യൂപ്രട്ടീസ്. അതിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, നീര് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് സ്വർണത്തിൻ്റെ ഒരു മലയങ്ങോട്ട് പുറത്തേക്ക് കാണിക്കും. അത് ഇമാം മഹദി വരുന്നതിന് മുമ്പ് നടക്കണം. ഇതൊന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സതുസാലിഹൂന റൂമ സുൽഹൻ ആമിനാ വതഗ്സൂന അൻതും വഹും അദുവ്വൻ മിൻ വറാഇഹിം വഫീ റിവായത്തിൻ അദുവ്വൻ മിൻ വറാഇക്കും. നിങ്ങളും പാശ്ചാത്യരും ക്രിസ്ത്യാനികളും കൂടി ഒരുമിച്ച് ഒരു മസ്ലഹത്ത് നടത്തും, ഒരു സന്ധി. നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളും പാശ്ചാത്യ ക്രൈസ്തവരും കൂടി ഒരു സന്ധി നടത്തും. എന്നിട്ട് നിങ്ങളും അവരും ഒരുമിച്ച് ഒരു പൊതുശത്രുവിനോട് യുദ്ധം ചെയ്യും. അവരുടെ പിന്നിലുള്ള, ഒരു റിവായത്തിൽ നിങ്ങളുടെ പിന്നിലുള്ള, അവരുടെ പിന്നിലുള്ള, നിങ്ങളുടെ പിന്നിലുള്ള. ഇനി വീട്ടിൽ പോയിട്ട് ഗ്ലോബ് എടുത്തിട്ട് നോക്കുക. അവരുടെ പിന്നിലുള്ള, പാശ്ചാത്യരുടെ പിന്നിലുള്ള, നിങ്ങളുടെ പിന്നിലുള്ള ഒരു ശത്രു. അതാരായിരിക്കും ഇസ്മായിൽ ഉസ്താദെ? ഉസ്താദ് ഔറാൻ ചിന്തിച്ചത് മനസ്സിലായി. ആരായിരിക്കും? ചൈനയോ ഇറാനോ? എനിക്കിപ്പം തോന്നുന്നു അമേരിക്ക ആയിട്ടാ. അവരുടെ പിന്നിൽ, നിങ്ങളുടെ പിന്നിൽ. അതാരാ അവിടെ ഉള്ളത്? ആരാ ഉസ്താദെ? അല്ല, അമേരിക്ക അല്ലേ? സാധ്യതയാണ്. അള്ളാഹുവിൻ്റെ റസൂല് വ്യക്തമാക്കിയിട്ടില്ല ആരാണ് ആ ശത്രു. യുദ്ധം ചെയ്യും. ആര് ജയിക്കും? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ യുദ്ധത്തിൽ ജയിക്കും. വതസ്ലമൂൻ വതഗ്നമൂൻ വതൻസിലൂന ബിമർജിൻ ദീ തുലൂൽ. പച്ചപ്പുല്ല് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ വിശ്രമിക്കും. നിങ്ങൾ ഗനീമത്ത് വാരിക്കൂട്ടും. നിങ്ങളും പാശ്ചാത്യരും യുദ്ധത്തിൽ വിജയിക്കുമ്പോൾ ഫയഖൂമു ഇലൈഹി റജുലും മിൻ അഹ്ലിൻ നസ്രാനിയ, ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു ജുന്തി, ഒരു പട്ടാളക്കാരൻ എഴുന്നേക്കും. യർഫഉസ് സ്വലീബ്, കുരിശ് ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, അലാ ഗലബസ് സ്വലീബ്, ഇന്നത്തെ യുദ്ധത്തിൽ വിജയിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ ഫയഖൂമു ഇലൈഹി റജുലും മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേൽക്കും. ഫയഖ്തുലു, അയാളെ കൊന്നുകളയും. ഇങ്ങനെ ഒരു അവിവേകം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഫയദുക്കൂന്നും റിവായത്തിലുണ്ട്, കുരിശനെ ഓടിച്ചു കളയും, അയാളെ കൊല്ലും. പറഞ്ഞത് അത്ര മോശമല്ലേ? എല്ലാവരും കൂടെ യുദ്ധം ചെയ്തിട്ട് ജയിച്ചത് ഞങ്ങൾ ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ?
അപ്പൊ എന്ത് സംഭവിക്കും? മുത്തുനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഹീന ഇദിൻ തഗ്ദിറുർ റൂം, റോമക്കാർ ഈ സുൽഹ്, ഈ സന്ധി പൊളിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് പോകും. വതജ്മഊൻ വതഅതൂനകും, അവർ ചെന്നിട്ട് പട്ടാളക്കാരെ ഒരുമിച്ച് കൂട്ടും, നിങ്ങളുടെ അടുത്തേക്ക് അവർ വരും. എത്ര കാലം കഴിഞ്ഞ് വരും? അവര് കദരി ഹംലിൽ ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്ന സമയം 9 മാസം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും. കണ്ടോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണക്കേ. അത് വഹി കൊണ്ട് പറയുന്നതല്ലേ മുത്തുനബി. തെറ്റുവോ? ഇല്ലല്ലോ. ഒമാ എന്തിക്കോ അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം നബി മൊഴിയാറില്ലല്ലോ. വയഅതൂനകും തഹത 80 ഗായ തഹത കുല്ലി ഗായത്തിൻ 12,000 80 കമാൻഡർമാരുടെ പിന്നിൽ പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓരോ കമാൻഡറുടെ പിന്നിലുമുണ്ട് 12,000 12,000 മിലിറ്ററി പട്ടാളം. കണ്ടോ, പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും 80 കൊടികളുടെ പിന്നിൽ, ഓരോ കമാൻഡറുടെ പിന്നിലും 12,000 പട്ടാളം. 4ാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കാത്ത 10ാം ക്ലാസ് വരെ കൊണ്ടുപോയവർക്ക് ആ കണക്ക് കൂട്ടാൻ പറ്റും. 9,60,000 പട്ടാളം. ഇനി ഒരു സ്വലാത്തിയല്ല അള്ളാഹുവിൻ്റെ റസൂൽ. ആ സ്വലാത്ത് ഒരു സ്വലാത്തായിരിക്കണം അല്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9,60,000 പാശ്ചാത്യൻ പട്ടാളം നിങ്ങളുടെ അടുത്തേക്ക് വരും. എവിടെയാണ് അവർ വരുന്നത്? അവർ വന്നിട്ട് യുദ്ധം ചെയ്യുമോ? എത്ര ദിവസം യുദ്ധം ചെയ്യും? മുസ്ലിം പട്ടാള ക്യാമ്പ് എവിടെയാണ്? എല്ലാം ഹദീസിന്റെ താളുകളിലുണ്ട്. ആ യുദ്ധത്തിന്റെ പേരാണ് മൽഹമത്തുൽ കുബ്ര. ഇമാം മുസ്ലിം, ബുഖാരി, മിഷ്കാത്ത് ഒക്കെ ഉണ്ട്. ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ 3ാം ലോക മഹായുദ്ധത്തെ പറ്റി മൽഹമത്തുൽ കുബ്ര എന്നാ പറയുന്നത്. ഒരു വലിയ യുദ്ധം വരാനുണ്ട്. ആ യുദ്ധത്തെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതും മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ക്രിസ്ത്യാനികൾക്കും അറിയാം, ജൂതന്മാർക്കും അറിയാം. ക്രിസ്ത്യൻ കുട്ടികൾ പറയും, ഓ ജീസസ് കം, യേശുവെ വന്നാലു. കണ്ടോ, ഈസാ നബി വരാനെടുത്തു. ഈസാ നബി വരണമെങ്കിൽ ദജ്ജാൽ വരാനെടുത്തു അല്ലേ? ദജ്ജാൽ വരുന്നത് എപ്പോഴാ? ഇമാം മഹദിയുടെ ലാസ്റ്റ് സമയത്താ. ഇമാം മഹദിയും ഈസാ നബിയും ഒന്നിച്ച് കുറച്ചു കാലം താമസിക്കും. ഈസാ നബി ഭരിക്കുന്ന സമയത്ത് ഇമാം മഹദി വഫാത്താകും, ബൈത്തുൽ മുഖദ്ദസിൽ ഖബറടക്കും. ഈസാ നബി വന്നു കഴിഞ്ഞ് കല്യാണം കഴിക്കും, 2 ആൺകുട്ടികൾ ഉണ്ടാവും, മുഹമ്മദ്, മൂസ എന്ന് പേരിടും. എല്ലാം ഹബീബായ റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നു സഹോദരങ്ങളെ, നമുക്ക് പറഞ്ഞു തന്നു. ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ. മുത്തുനബി പറഞ്ഞു, ലാ തഖൂമു സാഅതു ഹത്താ യൻസിലർ റൂമു ബിദാബികിൻ ഔ ബിൽ അഅമാക്. സഹീഹായ ഹദീസാണ്. പാശ്ചാത്യൻ പട്ടാളം ദാബിക്കിലോ അഅമാകിലോ ഇറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല. ഫുസ്താത്തുൽ മുസ്ലിമീന യൗമൽ മൽഹമത്തിൽ കുബ്റാ ബി അർലിൻ യുഖാലു ലഹാ അൽ ഗൂത. മുസ്ലിമീങ്ങളുടെ പട്ടാള ക്യാമ്പ് അൽ ഗൂത എന്ന ഗ്രാമത്തിലായിരിക്കും. വഫീഹാ മദീനത്തുൻ, അവിടെ ഒരു പട്ടണമുണ്ട്. യുഖാലു ലഹാ ദിമഷ്കു, ആ വലിയ പട്ടണത്തിന്റെ പേര് ഡമാസ്കസ് എന്നാണ്. ഡമാസ്കസിനടുത്ത് അൽ ഗൂത്ത എന്ന ഗ്രാമത്തിൽ മുസ്ലിം പട്ടാളത്തിന്റെ ക്യാമ്പും ഉണ്ടാവും. അവിടെയാണ് പാശ്ചാത്യർ 9,60,000 പട്ടാളം വന്ന് തമ്പടിക്കുക. അതൊരു യുദ്ധവാ സുഹൃത്തുക്കളെ. ആ യുദ്ധം ഇന്നത്തതുപോലെ രാത്രി ബോംബിംഗ് ഒന്നും അല്ല. അന്നൊരു ബോംബും കാണൂല, അന്നൊരു മെഷീൻ ഗണ്ണും കാണൂല. അന്ന് കുതിരയും വാളും കുന്തവും കൊണ്ടായിരിക്കും. അത് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലക്കു, അവര് ബന്ധിപ്പിക്കും. നേരം സന്ധ്യയാകുമ്പോൾ സുയൂഫഹും, അവരുടെ വാളുകളെ ബിസ്സൈത്തൂൻ, ഒലിവ് മരത്തിൽ തൂക്കിയിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടൊരു ഒന്നും മനസ്സിലാകുന്നില്ല. റഷ്യ ഉക്രൈനെ അടിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇതാ 4 മാസം കഴിഞ്ഞു. ഒക്ടോബർ 7 തുടങ്ങിയതാണ് ഫലസ്തീൻ ജൂത ഇഷ്യൂ. ആയുധങ്ങളൊക്കെ തീരണ്ടേ? അത് തീരാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന തർത്തീബ് അല്ലേ ഉസ്താദ് ഇപ്പൊ നടക്കുന്നത്? ആണോ? അല്ലേ? നമ്മൾ ഓരോന്ന് ഇതൊക്കെ കാണും. നോക്കൂ, ഫലസ്തീനുകളെ സഹായിക്കാൻ ഹൂത്തികൾ അല്ലേ? ഹൂസ് എന്നാട്ടോ, 3 പുള്ളിയുള്ള സാ ആണ്, ഹൂത്തികൾ എന്നാ പറയേണ്ടത്.
പിന്നെ ഹിസ്ബുല്ല, അലാ ഇന്ന ഹിസ്ബുല്ല അല്ലേ? നോക്കൂ, കടല് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ബർറിലും കരയിലും കടലിലും ഫസാദ് വ്യാപകമായി. അമേരിക്കൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കപ്പലുകളാ തകർക്കുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കും? ഇസ്രായേൽ ജയിക്കുവോ അതോ ഫലസ്തീൻ ജയിക്കുവോ? ഫലസ്തീൻ ജയിച്ച് നിൽക്കുകയാ. എവിടെയെങ്കിലും ഒരു 10 ഹമാസിന്റെ ഡെഡ് ബോഡി നിങ്ങൾ കണ്ടോ? ഇത്രയും ദിവസത്തിനുള്ളിൽ കണ്ടോ? 10 ഹമാസിനെ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടോ? യുദ്ധം തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കും, ഗസയെ ആളില്ല തുരുത്താക്കും എന്തൊക്കെ പറഞ്ഞ് 4 മാസം കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഹമാസിന്റെ തുരങ്കം പോലും അവർക്ക് കണ്ടെത്താനോ ബന്ദികളെ മുഴുവനായി മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ നിന്ന് 20 മീറ്റർ താഴെയാണ് അങ്കബൂത്ത് പോലെ, ചെലന്തി വല പോലെ ഈ ടണല്. ഇതിനകത്തോട്ട് നമ്മളെങ്ങാനും കയറിയാണ്ടല്ലോ വട്ട് പിടിക്കുമെന്നാ പറയുന്നത്. കാരണം അങ്ങോട്ടൊരു റോഡ് ഇങ്ങോട്ടൊരു റോഡ്. ഇത് ഹമാസിന് തെറ്റുകയില്ല. അതിനകത്ത് ബാത്റൂം, AC, കോൺഫറൻസ് ഹാള് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തിന്? റെയിൽ വരെ ഉണ്ട്. കൊച്ചു ട്രെയിൻ പോകാൻ, കാറ് പോകാനും ഓട്ടോ പോകാനും ഒക്കെ ഉള്ള വിശാലമായ തുരങ്കം. എൻ്റെ പൊന്നു ഹബീബെ, അവരെയാണ് നമ്മുടെ പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയൊക്കെ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത്. ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന ഹമാസിന്റെ മക്കളെ ഭീകരവാദി എന്ന് വിളിക്കാവോ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ രക്തം കൊടുത്തില്ലേ? ഇല്ലേ? എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പടപൊരുതിയില്ലേ? ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങൾ ഈ ഹദീസുകൾ ശ്രദ്ധിക്കേൻ. രണ്ടാമത് ഇങ്ങനെ ഒരു യുദ്ധം നടക്കും. അത് 4 ദിവസം നീണ്ടു നിൽക്കും. 4 ദിവസം. നാലാമത്തെ ദിവസത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നഹദ ഇലൈഹിം ബഖിയത്തു അഹ്ലിൽ ഇസ്ലാം. മുസ്ലിം സേന ആർത്ത് എരമ്പി ശത്രുവിന്റെ മേൽ ചാടി വീഴും. ഹത്താ യജഅലുല്ലാഹു ദീറത അലൈഹിം. അള്ളാഹു അവരെ പരാജയപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാൾ ഇമാം മഹ്ദിയ റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി വന്നാൽ യംലികു 7 സിനീൻ, 7 കൊല്ലം അധികാരത്തിലിരിക്കും. അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുണ്ട്. ഇസ്മുഹു ഇസ്മി, ആ മഹാന്റെ പേര് എൻ്റെ പേരാണ്. വസ്മു അബീഹി ഇസ്മു അബീ, അവരുടെ ബാപ്പയുടെ പേര് എൻ്റെ ഉപ്പയുടെ പേരുമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹിൽ ഹസനി കണ്ടോ? ഫാത്തിമത്തു സഹറയുടെ പുത്രൻ, അലിയാർ തങ്ങളുടെ പുത്രൻ ഹസൻ, ഹസൈനാറിന്റെ പരമ്പരയിലാണ് ഇമാം മഹദി വരേണ്ടത്. സയ്യിദാണ് ഇമാം മഹദി, അഹ്ലുബൈത്ത. ഇനി 3ാമത്തെ അടയാളം എന്താണെന്നറിയോ? ഇമാം മഹദി വരുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട 3ാമത്തെ അടയാളം എന്താ? അതൊരു ഭയങ്കര അടയാളമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ. ഒരു ഖലീഫ മരിക്കും. ആ ഖലീഫയുടെ മരണശേഷം അധികാരത്തിന് വടംവലിയുണ്ടാകും. ആ സമയത്ത് യഖ്റുജു റജുലുൻ മിൻ അഹ്ലിൽ മദീന ഹാരിബൻ ഇലാ മക്ക. മദീനയിൽ നിന്നൊരാൾ ഓടും, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കയറിയിരിക്കും. ഫയഅതൂനഹു ഉനാസു മക്ക, മക്കക്കാര് വന്നുകൊണ്ട് ഫയുഖ്രിജൂനഹു ഫയുബായിഊന ബൈനർ റുക്നി വൽ മക്കാം. മക്കക്കാര് വന്നിട്ട് ആ മഹാനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ബൈഅത്ത് ചെയ്യും. മനസ്സിഷ്ടപ്പെടാതെ, വഹുവ കാരിഹുൻ എന്ന ഹദീസിലുണ്ട്, അനിഷ്ടത്തോടുകൂടി ബൈഅത്ത് നടക്കും. ഒരു ഹദീസിൽ വരുന്നുണ്ട്, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത് യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അല്ലാഹു ഇമാം മഹ്ദിയെ പക്വതപ്പെടുത്തും ഒറ്റ രാത്രി കൊണ്ട് അധികാരമേറ്റെടുക്കാൻ. ഒരു രാത്രിയിലാണ് ഈ ദൗത്യത്തിന് ഇമാം മഹ്ദി അർഹനാകുന്നത്. ഒരു രാത്രിയിലാണ് ജനിച്ച്. മൗലിദുഹു മദീന, മദീനത്താ ജനിക്കുന്നത്. 40 വർഷം വളരുമ്പോഴും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട് എന്ന് മഹാന് ബോധ്യമില്ല. 40ാമത്തെ വയസ്സിലാണ് അള്ളാഹു ഒരു രാത്രിയിലാണ് ഈ ദൗത്യം കൊടുക്കുക. അതൊരു ദൗത്യമാണ്. കണ്ടോ? ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യക്സുറൽ മാലു വയഫീല.
സമ്പത്ത് വർദ്ധിക്കാതെ, പൈസ ഒഴുകാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. എവിടെയും പൈസ ഒഴുകും. ലാ തഖൂമു സ്സാഅതു ഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വഅൻഹാറാ. ലോകം അവസാനിക്കുകയില്ല, അറേബ്യയുടെ മരുഭൂമി ആയിത്തീരും. മുറൂജൻ വഅൻഹാറാ, പച്ചപ്പ് പിടിച്ച മരുപ്പച്ചയായി മാറും, നദികളും ഉണ്ടാകും. മനസ്സിലാക്കണേ, ഇമാം മഹദി വരുന്നതിന് മുമ്പ് അറേബ്യയിലെ 17% ഇപ്പൊ പച്ചപ്പ് പിടിച്ചതായി. സൗദിയിലെ മലകളിലൊക്കെ ഇപ്പൊ പച്ച കളറാ. അവിടെയൊക്കെ ചെറിയ ചെറിയ നദികൾ ഒഴുകാൻ തുടങ്ങി. മനസ്സിലായോ? ഇനി ഒരു ഹദീസും കൂടി ഉണ്ട്, അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇദാ റഅയ്തുമൂ, നിങ്ങൾ ഇമാം മഹദിയെ കണ്ടാൽ ഫബായിഉ, നിങ്ങൾ ബൈഅത്ത് ചെയ്യണേ. ഇമാം മഹദി വന്നാൽ നിങ്ങൾ ബൈഅത്ത് ചെയ്യണം കേട്ടോ. നിങ്ങളെ തീവ്രവാദിയായിട്ട് ഗവൺമെന്റ് ഒന്നും പിടിക്കൂല. അന്നത്തെ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ടാവും. സേമിയാണോ ചായയാണോ? ഫൈദാ റഅയ്തുമു, നിങ്ങൾ ഇമാം മഹദിയെ കണ്ടാ ബൈഅത്ത് ചെയ്യണേ. വലൗ ഹബ്വൻ അല സൽജ്. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? ഉസ്താദ്മാർ പറയട്ടെ. വലൗ ഹബ്വൻ അല സൽജ്, മഞ്ഞിന്റെ മുകളിലൂടെ മുട്ടിലെടഞ്ഞെങ്കിലും. നോക്കൂ, ഇമാം മഹദി വരേണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പം മഞ്ഞുകട്ട പിടിച്ച് കിടക്കുകയാ മലകളിൽ. ഈ അടുത്ത് എല്ലാ ചാനലും അത് കാണിച്ചു. ഉണ്ടോ? ഇമാം മഹദി വരാറാവുമ്പോ ആദ്യം സ്വീകരിക്കേണ്ടവര് മഞ്ഞുകട്ടയുടെ മുകളിലൂടെ പോയി ബൈഅത്ത് ചെയ്യുന്നത് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. കാലാവസ്ഥ പോലും അതിന് അല്ലാഹു അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി മറ്റൊരു റിവായത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യഖ്തതിലു ഇൻദ കൻസികും സലാസ. ശ്രദ്ധിക്കണേ, ഈ ഹദീസ് ശ്രദ്ധിക്കണം. യഖ്തതിലു ഇൻദ കൻസികും, നിങ്ങളുടെ നിധിയുടെ അടുക്കൽ യുദ്ധം ചെയ്യും. സലാസത്തുൻ, 3 പേര്. കുല്ലുഹും ബനി ഖലീഫ, 3 പേരും ഒരു രാജാവിന്റെ മക്കളാണ്. സുമ്മ ലാ യഊദു ഇലാ വാഹിദിൻ മിൻഹും, ഈ 3 രാജകുമാരന്മാർക്കും അധികാരം കിട്ടുകയില്ല. നിങ്ങളെ നിധിയുടെ അടുക്കൽ 3 പേര് യുദ്ധം ചെയ്യും. അവർ 3 പേരും ഒരു രാജാവിൻ്റെ മക്കളാണ്. ഞാൻ ഈയിടെ കഴിഞ്ഞ മാസം ഒരു ഉംറയ്ക്ക് പോയി. ഉംറ വിത്ത് നിക്കാഹ്. ഒരു നിക്കാഹിൽ പങ്കെടുക്കാൻ ഹറമിൽ വെച്ചായിരുന്നു നിക്കാഹ്. അവിടെ വെച്ച് ഞാനൊരു അറബിയെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഈ നിധിയുള്ള രാജ്യം ഏതാ? അത് ഇത് തന്നെ. അപ്പൊ ഹദീസിലുണ്ട് ഇന്ത കൻസിക്കും ഐ കൻസിൽ കഅബ എന്നൊരു തഫ്സീർ പറയുന്നുണ്ട്. കഅബയാകുന്ന നിധിക്ക് വേണ്ടി 3 പേര് യുദ്ധം ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ ഖലീഫ ആരാ? സൽമാൻ. സൽമാൻ എത്ര മക്കളാ? 3 ആൺപിള്ളേര്. അല്ലാ, ഇനിയിപ്പോ നാളെ എന്നെ ഉംറയ്ക്ക് വിടൂല. കാരണം ഇതൊക്കെ ഇപ്പൊ സൗദിയിൽ എത്തിയാലുണ്ടല്ലോ അല്ലേ. സൽമാനാണ് ഇപ്പോഴത്തെ ഖലീഫ. സൽമാന് 3 ആൺപിള്ളേരാണുള്ളത്. ഇപ്പോഴത്തെ വലിയുൽ അഹദ് മുഹമ്മദ് ബിൻ സൽമാനാണ്. അപ്പോ രാജാവിന്റെ മരണത്തോടനുബന്ധിച്ച് 3 മക്കൾ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തും. 3 പേർക്കും അധികാരം കിട്ടുകയില്ല. ആ സമയത്ത് മദീനത്തുനിന്ന് ഒരാൾ ഓടി വരും, മക്കയിൽ വന്ന് അഭയം തേടും. ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് ഇമാമുന വസയ്യിദുന മഹ്ദി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല മഹ്ദി ഇമാമിനെ കാണാനും ബൈഅത്ത് ചെയ്യാനും പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ഇമാം മഹ്ദി വന്നാൽ ആദ്യം എതിർക്കുന്ന ആരാന്നറിയോ? ആരാ? നിങ്ങൾ തന്നെയാ. നിങ്ങളെന്ന് പറയാൻ മലപ്പുറംകാരെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഗൾഫുകാർ ആദ്യം എതിർക്കും. കണ്ടോ? തഹ്സൂന ജസീറത്തൽ അറബ്, ഇമാം മഹ്ദിയും വിശ്വാസികളും അറേബ്യൻ ഉപദ്വീപിനോട് യുദ്ധം ചെയ്യും. അല്ലാഹു അവിടെ വിജയം കൊടുക്കും ഇമാം മഹ്ദിക്ക്. രണ്ടാമത്തെ യുദ്ധം തഹ്സൂന ഫാരിസ, ഇറാനോടാണ്. ഇമാം മഹ്ദി ഇറാനെ പരാജയപ്പെടുത്തും, അല്ലാഹു ഫതഹ് കൊടുക്കും. പിന്നീട് യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സുമ്മ തഹ്സൂന റൂം, റോമയോടാണ്, ഇറ്റലിയോടാണ്, പാശ്ചാത്യ നാടുകളോടാണ്. അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. നാലാമത് യുദ്ധം ചെയ്യുന്നത് സുമ്മ തഹ്സൂന ദജ്ജാൽ, ദജ്ജാലിനോടാണ്. അതായത് ദജ്ജാൽ വന്നാൽ വരാൻ കാത്തിരിക്കുന്നതും സഹായിക്കുന്നതുമായ ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേൽ ഉണ്ടോ? മുത്തുനബി പറയുകയാണ്,
യത്ബഉ ദജ്ജാല 70,000 മിൻ യഹൂദി ഇസ്ഫഹാൻ. ഇസ്ഫഹാൻ എന്ന നാടുണ്ട്. ആ നാട്ടിലെ 70,000 ജൂതന്മാർ ദജ്ജാലിന്റെ പട്ടാളത്തിലേക്ക് ചേരും. അലൈഹിമുത്തൈലസാൻ, അവരുടെ തലയിൽ ഒരു തരം ഷാളുണ്ട്. ഈ ഷാളല്ല, ജൂതന്മാരുടെ ഷാള് കാണണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ പോയാൽ മതി. ഇപ്പൊ പോകണ്ട കേട്ടോ, ഇപ്പൊ യുദ്ധം നടക്കുകയാണ്, വിടൂല. ശാന്തമാവുമ്പോൾ പോയിക്കോളി. നമുക്കൊക്കെ പോകാൻ തൗഫീഖ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നരസിംഹറാവു പ്രധാനമന്ത്രി ആയതുകൊണ്ടാ. ആ ചങ്ങാതി ഇസ്രയേലുമായിട്ട് ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാ. സൗദിക്ക് അബ്ദുറഹ്മാൻ സുദൈസിക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ആ മനസ്സിലായില്ലേ? അതുകൊണ്ട് നരസിംഹറാവിന് വേണ്ടി ദുആ ചെയ്യണമെന്നോ? ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച നരസിംഹറാവു, അതുകൊണ്ട് നമുക്കൊക്കെ ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ പറ്റുന്നു, അതുകൊണ്ട് നരസിംഹറാവിന് ദുആ ചെയ്യണമെന്നാണോ? അല്ല. അതൊക്കെ അല്ലാഹു തആല സുൽത്താനുൽ ഹിന്ദിന്റെ ബർക്കത്ത്, ഖാജ ഗരീബ് നവാസിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കയ്യിൽ 1,25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഫലസ്തീനിൽ പോവാം, അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പോകണം. പോയാൽ മാത്രം പോരാ, നാട്ടുകാരെ ഒക്കെ നിങ്ങൾ കാടിളക്കി കൊണ്ടുപോകണം. നമ്മുടെ ഹറമല്ലേ? അതെന്താ നമ്മുടെ മുസ്ലിയാക്കന്മാരൊന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ ഫളായിൽ പറയാത്തത്? 17 മാസം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച ആദ്യത്തെ ഹറമാണ് നമ്മുടെ. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും. മൈമൂന ബീവി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ അഫ്തിന ഫി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചരിത്രം പറയൂ നബിയെ. ഫഇന്നഹു അർളുൽ മഹ്ശരി വൽ മൻശർ, അവിടെയാണ് മഹ്ശറ, അവിടെയാണ് മഹ്ശറ, അവിടെയാണ് ഉത്ഥാനം, എഴുന്നേക്കുന്നത് എല്ലാവരും. ഇൻഷാ അല്ലാഹ് അത് കാണണ്ടേ? ഞാനും വാപ്പയും എൻ്റെ നല്ല പാതിയും ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി നേരെ റിയാദിലെത്തി. റിയാദിൽ നിന്ന് അമ്മാനിലേക്ക് പറന്നു. അമ്മാൻ ജോർദാൻ്റെ തലസ്ഥാനമാണ്, നല്ല സ്ഥലം കേട്ടോ അമ്മാൻ. അവിടെ പോയി റെസ്റ്റ് എടുത്തു. അമീർ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ നമുക്ക് പിന്നെ മൂത്തത്ത് യുദ്ധം നടന്ന സ്ഥലത്ത് പോവാം. അവിടെ നിന്ന് നമ്മൾ ഷുഐബ് നബിയുടെ ഖബറിൽ പോകും. 4 ദിവസം ജോർദാനി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇസ്രയേൽ വഴി പിന്നെ ബൈ റോഡാ ഇസ്രയേൽ വഴി ഈജിപ്തിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ പോയി ഒരു പകലും മുഴുവനും AC ബസ്സിൽ യാത്ര ചെയ്യുക. വേറെ ഒന്നും അവിടെ ഇല്ല, വെറും മലകളും ഭൂമിയും. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, പടച്ചവനെ ഇവിടെയാണോ മഹ്ശറ എന്ന്. അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കിതാബ് ആഴത്തി നോക്കിയപ്പോഴാണ് ഇതേ റസൂലുള്ള പറയുന്ന അവിടെയാണ് നിങ്ങളുടെ മഹ്ശറ എന്ന്. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഓ നീ ഭയങ്കര സാധനം കേട്ടോ. ഏയ് നിങ്ങൾ പെണ്ണുങ്ങളെയൊന്നും അങ്ങനെ മോശക്കാരാക്കണ്ട. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ദീൻ വന്നാലുണ്ടല്ലോ പിന്നെ അടുക്കളയിലും അവർ എപ്പോഴും ദിക്റിലായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് മൂത്താ പിന്നെ നമുക്ക് കടിഞ്ചായും കിട്ടൂല, കഞ്ഞിയും കിട്ടൂല. ഞാൻ ഈയിടെ ഒരു വാതിന് പോകാൻ വേണ്ടി, എനിക്ക് ഭയങ്കര മടിയനാണേ. തുണി കഴുകി തരുന്നതും അയണിട്ട് തരുന്നതും നമ്മുടെ നല്ല ബാധ്യ. ഞാനത് ചെയ്ത് കഴിഞ്ഞ് വാത് കഴിഞ്ഞ് ഒരു 500 രൂപ അവൾക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അത് പിടിക്കല്ലേ, ബാക്കിയെല്ലാം പിടിച്ചോ. അതെന്താ, ഭാര്യയ്ക്ക് വല്ലപ്പോഴും ഒരു 500 രൂപ കൊടുക്കുന്നതിന് അവർക്ക് എന്തെങ്കിലും ഗുളികയും ഇതിനൊക്കെ മേടിച്ച് ഓട്ടോറിക്ഷയ്ക്കൊക്കെ കൊടുക്കാമല്ലോ, അല്ലേ? കൊടുക്കണ്ടേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഭാര്യമാരിപ്പോൾ അടുക്കളയിൽ ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സലാത്തി ചൊല്ലുന്നു. ഈയിടെ എൻ്റെ ഭാര്യ വല്ലാണ്ട് സലാത്തി ചൊല്ലുന്നു. ഞാൻ ചോദിച്ചു, എന്താടി നിനക്ക് പെട്ടെന്ന് രീമാ? അല്ല, അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മച്ചാൻ്റെ ഞങ്ങളുടെ നാട്ടിൽ മച്ചാന്ന് പറയും ഭർത്താവിന്. മച്ചാൻ്റെ അനിയത്തി ഹാഫിളത്താണ്. ആ കൊച്ച് എപ്പോഴും സലാത്തി ചൊല്ലുന്നു, മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട്. അത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇവളും സലാത്ത്. ഇൻഷാ അല്ലാഹ് സലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സുന്നി പെണ്ണുങ്ങൾ മോശമൊന്നും അല്ല കേട്ടോ, നല്ല ദിക്ർ ചൊല്ലുന്നവരുണ്ട്. ഈയിടെ ഒരു പെണ്ണുങ്ങൾ അവ്വാബീൻ നിസ്കരിക്കുന്നു. അപ്പോൾ എന്നോടൊരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ അവ്വാബീൻ? ഞാൻ പറഞ്ഞു, ഉണ്ടടാ. മഗ്‌രിബ് കഴിഞ്ഞ് 2-2-2 മഗ്‌രിബിൻ്റെ സുന്നത്ത് കൂടാതെ ഒരു 6 റക്അത്ത് നിസ്കരിക്കുന്നത് സലാത്തുൽ അവ്വാബീന. അതെന്താ? അത് നമ്മുടെ ഭാര്യ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നാളെ പോലും ഞാനും തുടങ്ങും. ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പണ്ഡിതന്മാരൊക്കെ മേടിക്കേണ്ട ഒരു കിതാബാണ് മുകാശഫത്തുൽ ഖുലൂബ് അൽ മുഖറിബു ഇല അല്ലാമിൽ ഒയൂബ്. ഗസാലി ഇമാമിൻ്റെ കിതാബാണ്, നല്ലൊരു കിതാബാണ്. നമ്മുടെ മിൻഹാജുൽ ആബിദീൻ, ബിദായത്തുൽ ഹിദായ, പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീനൊക്കെ പോലെ ഒരു നല്ല കിതാബ്, ചെറിയ കിതാബ്. അതിനകത്ത് ഞാനൊരു സംഭവം കണ്ടു. അസ്സലാത്തു അലയ്യ നൂറുൻ അലസ്സിറാത്ത്. ഒരു ഹദീസാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് സുറാത്ത് പാലത്തിൽ പ്രകാശമാണ്. അതിൻ്റെ താഴെ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മഹാൻ
ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കണ്ടു, സലാം പറഞ്ഞു. റസൂലുള്ള മൈൻഡ് ചെയ്തില്ല. അള്ളാഹുവിൻ്റെ റസൂലേ, അവിടെ എന്നോട് കോപത്തിലാണോ ദേഷ്യത്തിലാണോ? ഞാൻ അങ്ങയുടെ ഉമ്മത്തിയല്ലേ? അങ്ങയുടെ സമുദായത്തെ ഉമ്മ മക്കളെ തിരിച്ചറിയും പോലെ അറിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, ഞാൻ എൻ്റെ സമുദായത്തെ തിരിച്ചറിയും, പക്ഷേ എനിക്ക് നിന്നെ മനസ്സിലായില്ല. അന്നകലം തദ്കുറുനി, നീ എന്നെ ഓർക്കാറില്ലല്ലോ സ്വലാത്ത് കൊണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. പിറ്റേന്ന് അദ്ദേഹം ഞെട്ടി എണ്ണിച്ചു. 100 സ്വലാത്ത് നഫ്സിന് നിർബന്ധമാക്കി ചൊല്ലാൻ തുടങ്ങി. അതാ വരുന്നു 14-ാം രാവിന്റെ ശോഭയുള്ള റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് സ്വപ്നത്തിൽ വരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇൻഷാ അല്ലാ എനിക്കും ഭയങ്കര മടിയാ സ്വലാത്തിയല്ല. എന്താണെന്നറിയില്ല, സ്വലാത്തിയല്ല മടിയ. ഈ സംഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും അള്ളാഹു ഹിദായത്ത് തന്നു. ഞാനും ഇപ്പോൾ കുറേ സ്വലാത്തി ചൊല്ലുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ചൊല്ലാതെ ഇങ്ങോട്ട് ചൊല്ലാൻ പറയുന്നത് ശരിയാണോ? വാഇദ് മുത്തഇദാകണ്ടേ? ആകണ്ടേ? ഇൻഷാ അല്ലാ നിങ്ങളിവിടെ നടക്കുന്ന ആ സ്വലാത്തിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കണം. ഉമ്മ പെങ്ങന്മാരും എല്ലാവരും വരണം. ബഹുമാനപ്പെട്ട ലിയാഖത്ത് അലി പൂക്കോയ തങ്ങളുടെ മജ്ലിസിൽ നടക്കുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാ നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയും ലോകർക്ക് വേണ്ടിയും പലസ്തീനികൾക്ക് വേണ്ടിയും വസ്സക്കാർക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുന്നുണ്ട് അവിടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ എന്ന് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി വന്നാൽ 9 മാസം യുദ്ധമാണ്, ഹർബ്, വാർ. ലോകത്തോട് യുദ്ധം ചെയ്യും. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ഇസ്രയേല്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരോടാ യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമുസ്സാഅതു ഹത്താ തുഖാതിലു ഖൂസൻ വകർമാന. ഖൂസിനോടും കർമാനിനോടും യുദ്ധം ചെയ്യാതെ ലോകം അവസാനിക്കുകയില്ല. സിഗാറുൽ അയുൻ, ചെറിയ കണ്ണുള്ളവർ. ഹുമറൽ വുജൂഹ്, മുഖത്ത് വല്ലാത്ത ചുമന്ന കളറാണ്. തീർന്നില്ല, കന്ന വുജൂഹഹും കൽ മജാനിൽ മുത്തറക, അവരുടെ മുഖം അടിച്ചു പരത്തപ്പെട്ട പരിച പോലെയാണ്. അത് മംഗോളിയ, ചൈന, ജപ്പാൻ ഒക്കെയാ. അപ്പോൾ എല്ലാ രാജ്യവും ഇമാം മഹ്ദിയോട് കടമ രേഖപ്പെടുത്തും. കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തമീമുദ്ദാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ മുത്തുനബി റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടോ. തീർച്ചയായിട്ടും ഈ ഇസ്ലാമിന്റെ സന്ദേശം ലയബ്ലുവന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ, രാവും പകലും എത്തുന്ന സ്ഥലത്തൊക്കെ ഇസ്ലാമിന്റെ മെസ്സേജ് എത്തും. വലാ യത്റുകുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ. ഒരു കൊട്ടാരവും ഒരു കുടിലും, ബൈത്ത് മദർ വലാ വബർ. എന്താ വബർ എന്ന് പറഞ്ഞാൽ? രോമം, ചെമ്മരിയാടിന്റെ രോമമൊക്കെ മുകളിൽ ഇട്ടിട്ടുണ്ടാക്കുന്ന കുടില് വബർ. മദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് കലക്കി ചുടുകട്ടയാക്കി ഭിത്തികളുണ്ടാക്കുന്ന വീട്. ചെറിയ വീട്ടിലും വലിയ വീട്ടിലും ഇസ്ലാമിന്റെ മെസ്സേജ് എത്തും. അവസാനം അമേരിക്കൻ വൈറ്റ് ഹൗസിലും എത്തും. നല്ല ബ്രില്യൻ്റായ ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാമിന് മുതൽക്കൂട്ട്. കടുത്ത ശത്രുക്കൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അവർ ലേഖനം എഴുതും, പ്രസംഗിക്കും. അതും ഇസ്ലാമിന് മുതൽക്കൂട്ട്. നോക്കൂ, നമ്മുടെ ടവറുകൾക്ക് ഫ്ലൈറ്റ് ഇടിച്ച സംഭവം ഉണ്ടായില്ലേ? അതിനുശേഷം അതിനെന്തെന്നാ പറയുക? വേൾഡ് ട്രേഡ് സെന്റർ. അതിനുശേഷം യൂറോപ്പിൽ ഇസ്ലാം വളരുകയാ. ഉണ്ടോ? ചുമ്മാ തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷുകാർക്ക് തോന്നി എന്നാ പിന്നെ ഇസ്ലാം എന്താ ഇത്ര തീവ്രവാദവും, ഇസ്ലാമിനെ ഒന്ന് പഠിച്ചേക്കാം. എത്ര പേരാ ഇപ്പോൾ ഇസ്ലാമിലേക്ക് വരുന്നതെന്നറിയോ? നമുക്കൊക്കെ അവിടെ സുഹൃത്തുക്കളുണ്ടല്ലേ? കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, മിസിസിപ്പിയിലുണ്ട് അല്ലേ? ഈ കണ്ണൂരുകാരൊക്കെ ഉണ്ട് അവിടെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അവിടെയൊക്കെ 2ഉം 3ഉം നിസ്കാരമാണ് നടക്കുന്നത്. അള്ളാഹു പടച്ചവൻ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
यहाँ में अहले ईमान सूरते खुर्शिद जीते हैं, इधर डूबे उधर निकले इधर डूबे. ലോകത്തുള്ള ഈമാൻ ഇസ്ലാമിൻ്റെ ഉദാഹരണം ജഹാമെ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർഷിദ് സൂര്യനെ പോലെയാണ്. സൂര്യൻ ഇവിടെ ഉദിക്കുന്നു, അവിടെ അസ്തമിക്കുന്നു, അവിടെ ഉദിക്കുന്നു, ഇവിടെ അസ്തമിക്കുന്നു. പൗരസ്ത്യർക്ക് ഇസ്ലാം വേണ്ടെങ്കിൽ യൂറോപ്യർക്ക് ഇസ്ലാമിനെ വേണം. അവർ നെഞ്ചോട് ചേർക്കുന്നു. നോക്കൂ, മദാമകൾ മിനിസ്കർട്ട് മാറ്റുന്നു, അവർ ഫുൾ വസ്ത്രത്തിലേക്ക് കടക്കുന്നു, അവർ സ്വലാത്ത് ചൊല്ലുന്നു, അവർ കലിമ ചൊല്ലുന്നു. അതുകൊണ്ട് യുവാക്കളെ, ഉമ്മപെങ്ങന്മാരെ, അള്ളാഹുവിലേക്ക് അടുക്കണേ, ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കണേ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ അവരോട് സഹകരിക്കണം. നമ്മളാൽ കഴിയുന്ന പാവങ്ങൾക്ക് അരി കൊടുക്കണം, മരുന്നിന് കാശ് കൊടുക്കണം. അള്ളാഹു പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. ഈ നാടിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് പരപ്പനങ്ങാടി വന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള നൂറുൽ ഹക്കിനോട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ നാട് വാര്യൻ കുന്നൻ്റെ നാടാണ്, ഈ നാട് മമ്പുറന്തങ്ങളുടെ നാടാണ്, ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് അല്ലേ. അള്ളാഹു പടച്ചവൻ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊന്ന് വെറും പേടിത്തൊണ്ടന്മാരായിപ്പോയി, വെറും ഷണ്ടന്മാരായിപ്പോയി. അതുകൊണ്ട് ധീരതയോടെ ജീവിച്ച് ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് ഇൻഷാ അള്ളാഹു സമൂഹത്തിലേക്ക് ഇറങ്ങാൻ എത്രയോ യുവാക്കൾക്ക് ദീൻ അറിയില്ല. അതുകൊണ്ട് അവർക്ക് ദീൻ പരിചയപ്പെടുത്തണം. അള്ളാഹു പടച്ചവൻ അതിനേറ്റവും വലിയ മുഖ്യമായ ഘടകം ഈ സാദാത്തുക്കള, ബാഫക്ക് തങ്ങൾ, PMSA പൂക്കായ തങ്ങൾ. നമ്മൾ കേരളീയർക്ക് വലിയ ഭാഗ്യമല്ലേ ഈ കബീലയെ, ഈ തറവാടിനെ നമുക്ക് നേതാക്കളായി കിട്ടിയത്. അല്ലാഹു തആല പടച്ചവൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് പാര സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഒരു സയ്യിദാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം. അല്ലാഹു തആല ഈ വടവൃക്ഷത്തെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തട്ടെ. അല്ലാഹു സുന്നത്ത് ജമാഅത്തിനെ പടച്ചവൻ അല്ലാഹു വളർത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലേക്ക് വരാൻ എനിക്കും സാധിച്ചു, അൽഹംദുലില്ലാ. സദാത്തുക്കളെ കാണാൻ സാധിച്ചു. നിങ്ങളുടെ ദുആയിൽ എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ദുആ, റബ്ബി സിദ്നി ഇൽമാ. ഖുർആൻ പറഞ്ഞത് കാശ് ചോദിക്കാനല്ല പറഞ്ഞത്, ഇൽമ ചോദിക്കാനാണ് പറഞ്ഞത്. റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹു നമ്മുടെ ഇൽമിൽ നമുക്ക് സിയാദത്തും ബർക്കത്തും പടച്ചവൻ തരട്ടെ. പഠിച്ച ഇൽമ അനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.